കോവിഡ് പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഇന്ത്യൻ ജനത ജോലി നഷ്ടപ്പെട്ട് വരുമാന മാർഗങ്ങൾ നിലച്ച് ആരോഗ്യസ്ഥിതി വഷളായി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ കഷ്ടപ്പെടുന്ന നിസ്സഹായരായ ഇന്ത്യൻ ജനത. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഇന്ത്യൻ ജനതയെ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എടുത്തെറിയുകയാണ് സർക്കാരുകളുടെ ഒരു നിയന്ത്രണവുമില്ലാത്ത ഇന്ധന വില വർധന കൊണ്ട്. ജനങ്ങളെ സേവിക്കുന്ന, ജനങ്ങളുടെ ശബ്ദമറിയുന്ന സർക്കാരുകൾക്ക് ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇന്ധന വില വർധന സെഞ്ചുറി അടിച്ചു കഴിയുമ്പോഴും എന്തുകൊണ്ടാണ് രാജ്യത്ത് ഇതൊരു വാർത്തയായി മാറാത്തത്? എന്തുകൊണ്ടാണ് വലിയ പ്രതിഷേധ സ്വരങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ കാണാത്തത്? രാഷ്ട്രീയ നേതൃത്വം ഒത്തുകളിക്കുകയാണോ ഈ വിഷയത്തിൽ? ജനങ്ങൾ അനാഥരാവുകയാണോ ഈ വിഷയത്തിൽ? ഈ വിഷയമാണ് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു UDF-ൽ നിന്ന് അഡ്വക്കേറ്റ് ശ്രീ ജോസഫ് വാഴക്കൻ, LDF-ൽ നിന്ന് ശ്രീ ജേക്ക് സി തോമസ്, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് S ജയസൂര്യൻ, ഒപ്പം സാമൂഹിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസണും. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, അങ്ങ് ഈ വിഷയത്തിൽ ധാരാളം പ്രതികരണങ്ങൾ സമീപനാൾ നടത്തി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങ് കോടതിയിൽ അങ്ങയുടെ ഒരു കേസ് ഈ ദിവസങ്ങളിൽ പരിഗണിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെ കാണുന്നു ഒരു നിയന്ത്രണവുമില്ലാതെ ഈ കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ പോലും പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില ഇങ്ങനെ വർദ്ധിച്ച് മുമ്പോട്ട് പോകുന്ന ഈ ഒരു സാഹചര്യത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും അത് എല്ലാത്തരം ജനങ്ങളെയും ബാധിക്കുന്ന, അടിസ്ഥാനപരമായി ബാധിക്കുന്ന വിഷയമാണ്. പെട്രോളിന്റെ വില വർധനവ് മാത്രമല്ല, ഡീസല്, ഇന്ധന പാചകവാതകം അങ്ങനെ തുടങ്ങിയ എല്ലാത്തിന്റെയും. ഇത് കാറുള്ള, ബൈക്കുള്ള അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവരെ മാത്രമല്ല, ഡീസൽ വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ വിലക്കയറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ എല്ലാത്തരം ജനങ്ങളെയും ബാധിക്കുന്ന വിഷയമാണ്. നിയമസഭയിൽ പോലും ആ വിഷയം ഇന്ന് അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പം ശ്രീ ജയസൂര്യൻ അഡ്വക്കേറ്റ് ഉണ്ട്, ജോസഫ് വാഴക്കൻ സാറുണ്ട്, ഇവരെല്ലാം ജേക്ക് ഉണ്ട്. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ തീരുമാനങ്ങളെ ന്യായീകരിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു, നിങ്ങൾ അത് ചെയ്യൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ഇത് ഇന്നതുപോലെ ചെയ്യണം എന്ന് ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനത്തിന്, ഈ നയത്തിനെതിരെ, ഈ സംവിധാനത്തിനെതിരെ പ്രതികരിക്കേണ്ട ഒരു ബാധ്യത പലപ്പോഴും ഏറ്റെടുക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഞങ്ങളെ പോലെയുള്ള സാധാരണ മനുഷ്യർ ഒറ്റപ്പെട്ട ശബ്ദങ്ങളൊക്കെ എവിടെ എത്തുമെന്ന് നമുക്കൊക്കെ അറിയാം. അതാണ് നമ്മളുടെ വിഷമം. പിന്നെ കോടതി നിയമപരമായിട്ട് ഈ വിഷയത്തിൽ പോകുന്ന ഒത്തിരി തടസ്സങ്ങളുണ്ട്. ഇതിനകത്ത് കോടതി ഇടപെടുന്നതിന്റെ സാധ്യതകളെ പറ്റിയൊക്കെ നമുക്കറിയാം. എന്നാൽ പോലും ചെയ്യാൻ കഴിയും, ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കോടതിയിലേക്ക് പോകാന്നുള്ളതാണ്. കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. 16-ാം തീയതി അതിന്റെ ഫസ്റ്റ് പ്രിലിമിനറി ഹിയറിംഗ് ഉണ്ട്. അഡ്വക്കേറ്റ് ചെയ്യുമോ ഇല്ലയോ നമുക്കറിയില്ല, കോടതിയിലുള്ള വിഷയമാണ്. GST ഉൾപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേസ് പോയിരിക്കുന്നത്. ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ ജനങ്ങൾ ഇതുമായി പൊരുത്തപ്പെട്ടതായിട്ടാണ് മനസ്സിലാവുന്നത്. കാര്യം ഈ ഓരോ ദിവസവും 10 പൈസ 20 പൈസ കൂട്ടുന്നത് കൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് 10 രൂപ കൂട്ടുമ്പോഴാണ് ഇവിടെ വലിയ പ്രക്ഷോഭങ്ങളും വിപ്ലവങ്ങളും ഒക്കെ നടക്കുക. ഇതിപ്പം ഓരോ ദിവസവും 10 പൈസ, എനിക്കൊന്ന് ഇലക്ഷന് ശേഷം 21 തവണയാണ് കൂട്ടിയിരിക്കുന്നത്. അതിന് മുമ്പ് അപ്പൊ 21 തവണ കൂട്ടുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ പൊതുബോധ നിർമ്മിതി അതിനനുസരിച്ച് മാറിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വലിയ പ്രശ്നമൊന്നുമില്ലാതെ, ഇതിനേക്കാളൊക്കെ എത്രയോ നിസ്സാര പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ അടക്കം ഇവിടെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്നു. നേരിട്ട് നമ്മുടെ ജനജീവിതത്തെ ബാധിക്കുന്ന, സാധാരണക്കാരന്റെ അവന്റെ കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കുന്ന വിഷയത്തിൽ ഒരാൾക്കും ഒരു മിണ്ടാട്ടവും ഇല്ല. അത് മനസ്സിലാവുന്നു. തീർച്ചയായും നമുക്ക് അതിനെക്കുറിച്ച് വിശദമായ ചർച്ച 2ാം ഘട്ടത്തിൽ അതിലേക്ക് ഞാൻ വരാം. അഡ്വക്കേറ്റ് S ജയസൂര്യൻ, അങ്ങയുടെ പാർട്ടി UPA സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിച്ച വിഷയമാണ് പെട്രോൾ ഡീസൽ വില വർധന. ഗ്യാസ് കുറ്റിയുമായിക്കൊണ്ട് കാളവണ്ടിയിൽ സമരം നടത്തിയൊക്കെ വലിയ മാധ്യമ ശ്രദ്ധ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സമര ശൈലികൾ ആവിഷ്കരിച്ച് അധികാരത്തിൽ കയറിയ മോഡി സർക്കാർ ജനങ്ങളോട് പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചില്ല എന്ന് മാത്രമല്ല, ശരിക്കും ജനങ്ങളെ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് ഓരോ ദിവസവും എടുത്തെറിയുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ ഇപ്പോൾ നടക്കുന്നത്? എങ്ങനെ നമുക്ക് ഈ വിഷയത്തിൽ BJPക്ക് എന്താണ് പറയാനുള്ളത്? ഈ വിഷയം വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ.
അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഷക്കീന TV എനിക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ എന്നെ തന്നെ വിളിച്ചത്. വളരെ സന്തോഷമുണ്ട്. കാരണം മറ്റു ചാനലുകളിലൊക്കെ ചർച്ചയ്ക്ക് പോകുമ്പോൾ അവിടെ യുദ്ധസമാനമായിട്ടുള്ള ഗോഗാവിളികളാണ് ഒരു ശൈലിയെങ്കിൽ ഇവിടെ വിഷയത്തെ അതിന്റെ കാമ്പിലേക്ക് കടന്നു ചെന്ന് ഗൗരവമായിട്ട് സമീപിക്കാൻ ഒരു സമയം തരുന്നുള്ളത് വലിയൊരു നല്ല കാര്യം. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഫലപ്രദമാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. രാഷ്ട്രീയമായിട്ട് നമുക്ക് ഇതിനെ ചർച്ച ചെയ്യാൻ വളരെ എളുപ്പം. പക്ഷേ അതുകൊണ്ട് മറുപടി ഒന്നും കിട്ടില്ല. കുറെ ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്ന് ഭാഗത്ത് നിന്ന് പറയാമെന്നല്ലാതെ ഒരു മറുപടി ഒന്നും കിട്ടില്ല. പക്ഷെ മറുപടി വേണം. ഈ വിഷയം എന്താണ് എന്ന് ആത്മാർത്ഥമായി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമാണ് ഈ EVM, അതുപോലെ തന്നെ ഇതിന്റെ പ്രേക്ഷകർ. അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ ആ ഒരു സെന്റൻസ് തന്നെ ഞാൻ എടുക്കുകയാണ്. എരിതീയിൽ നിന്ന് വറചട്ടിയിലേക്ക്. എരിതീയിൽ നിന്ന് വറചട്ടിയിലേക്ക് ആയിരുന്നെങ്കിൽ ജനങ്ങൾ സഹിക്കുമായിരുന്നു, ജനങ്ങൾ പ്രതികരിക്കുമായിരുന്നു. ഇപ്പോ ഡൽഹിയിലൊക്കെ നടന്ന, പഞ്ചാബിലൊക്കെ നടന്ന വലിയ കർഷക പ്രക്ഷോഭം, അതൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. അങ്ങനെ ഒരു നീക്കം ജനങ്ങൾ ഒരു നിമിഷം ഒറ്റ നിമിഷം ഇടപെടുകയാണ്. ജനങ്ങൾ പ്രതികരിക്കാത്തതാണോ BJPക്ക് കിട്ടുന്ന ലൈസൻസ്? അങ്ങനെയാണോ? ഒരിക്കലും ഞാൻ അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. ഈ ജനതയിൽ നിന്ന് വറചട്ടിയിലേക്ക് ആയിരുന്നുവെങ്കിൽ ജനങ്ങൾ പ്രതികരിക്കുമായിരുന്നു. അപ്പൊ എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്കൊന്നും പോയിട്ടില്ലാത്തത് കൊണ്ടാണ് ജനം പ്രതികരിക്കാറ്. അല്ലെങ്കിൽ ജനം കൃത്യമായിട്ട് ആ സമയത്ത് പ്രതികരിക്കും. അതിന്റെ കാരണം എന്താണ് എന്ന് വെച്ചാൽ, ഇപ്പൊ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി സമരം നടത്തിയവരാ BJPക്കാർ. എന്തെല്ലാം നൂതനമായ സമര രീതികൾ പണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ BJP നടത്തിയിട്ടുണ്ട്. അത് നടത്താനൊരു കാരണമുണ്ട്. അന്നൊക്കെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയാൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടും. ഇന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയിട്ട് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടിയിട്ടില്ല. നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നില്ല അഡ്വക്കേറ്റ് ജയസൂര്യൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നതിന് ഒരു കാരണം ഇത് തന്നെയല്ലേ? അതെ, ആയിക്കോട്ടെ. ഈ റേറ്റ് കൂടിയാൽ സാധാരണക്കാരൻ അവനെ ബാധിക്കാൻ അവൻ ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, ഞാൻ ഇന്നലെ മേടിച്ച വിലയ്ക്ക് ഇന്ന് അരി കിട്ടുമോ? അവിടെ ഇൻഫ്ലേഷൻ റേറ്റോ ഡിഫ്ലേഷൻ റേറ്റോ എന്നാ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇവന് പ്രശ്നമൊന്നുമില്ല. കാരണം ഇവന് അരിയിൽ 2 രൂപ കൂടിയാൽ അവൻ പ്രശ്നം ഉണ്ടാക്കും. ഉരുളക്കിഴങ്ങിന് വില കൂടിയാൽ, ഉള്ളിക്ക് വില കൂടിയിട്ട് BJPയുടെ ഒരു മന്ത്രിസഭ തെറിച്ചു പോയതാ ഡൽഹിയില്. ഉള്ളിക്ക് വില കൂടിയതാ. അപ്പൊ ഉള്ളിക്ക് വില കൂടിയാൽ, ഉരുളക്കിഴങ്ങിന് വില കൂടിയാൽ, അരിക്ക് വില കൂടിയാൽ മനുഷ്യൻ തെരുവിൽ ഇറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കും. BJPയുടെ മന്ത്രിസഭയൊക്കെ തെറിച്ച് ദൂരെ പോകും. ചരിത്രം അങ്ങനെയായിരുന്നു. അപ്പോ വിലക്കയറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ ഗവൺമെന്റിന്റെ മെക്കാനിസം വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ജനങ്ങൾ തെരുവിലിറക്കാത്തതിന്റെ കാരണം. പണ്ട് ഞങ്ങൾ സമരം ചെയ്ത സമയത്ത് വിലക്കയറ്റത്തിനെതിരെയാണ് സമരം ചെയ്തത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കയറുമ്പോൾ പൊതു മാർക്കറ്റില് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കൂടുകയാണ്. അതിനെതിരെ സമരം ചെയ്തു. ആ സമരത്തിന് ജനപിന്തുണ കിട്ടി. ഇന്ന് ഡീസലിനും പെട്രോളിനും വില കൂടുന്നുണ്ട്, സത്യമാണ്. അതിന് ഞാൻ ഒരിക്കലും 1% അനുകൂലിക്കുന്നില്ല. അതിനെതിരാണ്. ഞാനെതിരാണ്, BJP എതിരാണ്. BJP എതിരാണെന്ന് നമുക്ക് തോന്നുന്നില്ല അഡ്വക്കേറ്റ് ജയസൂര്യൻ. അങ്ങനെയാണെങ്കിൽ BJPയുടെ മുതിർന്ന നേതാക്കൾ ഇതിനകത്ത് എന്തെങ്കിലും ക്രിയാത്മകമായ ഒരു നിർദ്ദേശമെങ്കിലും വെച്ചേനെ. പെട്രോളിയം മന്ത്രി തന്നെ പറഞ്ഞത് ഇനി സമീപ നാളിൽ ഒന്നും ഈ വിഷയം നിങ്ങൾ പരിഗണിക്ക് പോലും വെക്കണ്ട എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് BJP ജനങ്ങൾക്കൊപ്പമാണോ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നത്. തീർച്ചയായിട്ടും വിശദമായ ചർച്ച നമുക്ക് ഈ വിഷയത്തിൽ വേണ്ടി വരും അടുത്ത ഘട്ടത്തിൽ. ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ജനങ്ങൾക്ക് പ്രതിഷേധമില്ല. ശരിക്കും ഈ പ്രതിഷേധം നടത്തി ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട പാർട്ടി കോൺഗ്രസ് പാർട്ടി തന്നെയാണല്ലോ. ഒരു ദേശീയ തലത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ പോലും കോൺഗ്രസിന് ഇത് ഒരു വിഷയമായിട്ട് പോലും പരിഗണിക്കാത്തത് എന്തുകൊണ്ടാണ്? ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ടല്ലേ അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞതുപോലെ ജനങ്ങളിലത് വലിയ വറീഡാകാത്തത്? ഞാൻ അതിനെക്കുറിച്ച് മാത്രമാണെങ്കിൽ ആദ്യം അത് തന്നെ പറയാം. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒരു സമരം പോലും നടത്താൻ കഴിയില്ല. അത് ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അതുകൊണ്ട് മാത്രമല്ല, നിയമപരമായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ലോക്ക്ഡൌണും ഇതുപോലെയുള്ള ഈ സമയത്ത് ഒരു സമരം, പ്രതിഷേധ സമരം നടത്താൻ കഴിയില്ല. പെട്രോൾ വിലയിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒരു സമരം ഉണ്ടായിരുന്നു. സമരം ഒരു പെട്രോൾ പമ്പിനടുത്ത് ഇവർ ആ പമ്പിൽ നിന്നും അടിക്കാൻ വരുന്ന, പ്രത്യേകിച്ച് സ്കൂട്ടറിലും ബൈക്കിലും ഒക്കെ വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പകുതി വിലയ്ക്ക് 100 രൂപയുടെ പെട്രോളിന് 50 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു സമര പരിപാടി. ശരിയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവൻ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച് നടത്തുക. ഇത് വന്നപ്പോൾ തന്നെ ഞാനാണ് ആ ചടങ്ങിന്റെ ഉദ്ഘാടനം. എന്നെ DYSP വിളിച്ചു. ഇത് പാൻഡമിക് സിറ്റുവേഷൻ ആണ്, ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയമം അനുസരിച്ചാണ് ഈ സിറ്റുവേഷൻ ഇവിടെ ഈ
ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിഷേധം പറ്റില്ല, പ്രതിഷേധ സമരം നടത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് അതിന് വില കുറച്ച് 50% ഈ കോവിഡ് സിറ്റുവേഷനിൽ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവർക്ക് കുറഞ്ഞ വിലയ്ക്ക് പെട്രോൾ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ കൊടുത്തോളാം. പ്രതിഷേധം എന്നുള്ള വാക്ക് ഒഴിവാക്കുക എന്നുള്ളതല്ലേ, നിയമം അനുസരിക്കുന്ന ഒരാളെന്നുള്ളതല്ലേ ഞാൻ പറഞ്ഞതാ. സാധാരണഗതിയിൽ നമ്മൾ ഇതിനെ ധിക്കരിച്ചുകൊണ്ട് പരിപാടി നടത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, അങ്ങനെ കൂട്ടം കൂടാൻ പറ്റില്ല, അങ്ങനെ വിലക്ക് വിൽക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല. പ്ലീസ് ഞാൻ ഒന്നും വിട്ടോട്ടെ, എനിക്ക് ഈ വിഷയം മനസ്സിലായി, അങ്ങ് പറഞ്ഞത് കൃത്യമാണ്. പക്ഷേ കേരളം മുഴുവൻ അറിയുന്ന ഒരു സമരം ഈ പാൻഡമിക്കിന് മുമ്പും ഈ വിലക്കയറ്റം എത്രയോ നാളായി തുടങ്ങും. നോക്കൂ, ഈ 1 വർഷം മുമ്പത്തെ പ്രതിഭാസമല്ലോ അങ്ങോട്ട് പോലും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഈ സമരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യത്വമുള്ള ഒരു ഗവൺമെന്റുകൾക്കെതിരെയാണ് സാധാരണ സമരം നടത്തുന്നത്. മഹാത്മാഗാന്ധിയുടെ ഒക്കെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൊക്കെ ഇതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് മനുഷ്യത്വമുള്ളവരായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അന്നത്തെ കാലത്തൊക്കെ നമ്മൾ സത്യാഗ്രഹ സമരങ്ങളും അത്തരത്തിലുള്ള ഈ സമരങ്ങൾ, ആക്രമണം ഇല്ലാത്ത സമാധാന മാർഗത്തിലുള്ള സമരങ്ങളൊക്കെ നടത്തിയാൽ അത് കേൾക്കാനും ജനങ്ങൾ അതനുസരിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുമ്പോൾ ഭരണാധികാരികൾക്ക് അത് തിരുത്താനുമുള്ള ഒരു താല്പര്യം കാണാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സമരം നടത്തിയാലും, കർഷകരുടെയൊക്കെ സമരം നമ്മൾ കണ്ടില്ലേ, എത്ര മാസങ്ങളായി തുടങ്ങിയിട്ട് എത്രമാത്രം ത്യാഗം അനുഭവിച്ചാണ് ആ കൊടും തണുപ്പത്ത് ഉത്തരേന്ത്യയിൽ അവരൊക്കെ നടത്തിയ സമരം. കണ്ട ഭാവമുണ്ടോ ഈ ഗവൺമെന്റ്? സമരം ചെയ്തിട്ടും അനക്കമൊന്നും ഉണ്ടാകാനുള്ള സാഹചര്യം ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. എന്ത് പ്രശ്നങ്ങളാണ്, ജനങ്ങൾ എന്ത് ദുരിതം അനുഭവിച്ചാലും ഞങ്ങൾ ഇത് കേൾക്കില്ല. ഇലക്ഷന്റെ സമയമാകുമ്പോൾ ജനങ്ങളെ മയക്കാനുള്ള നമ്പറുകൾ, അതിനൽപ്പോ വർഗീയതയും വിഭാഗീയതയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി അങ്ങ് വന്നാൽ ഇതാ ഭൂരിപക്ഷത്തെ സംരക്ഷിക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ ഇതെല്ലാം ജനങ്ങൾ മറന്ന് വോട്ട് ചെയ്യുമെന്നൊരു തെറ്റായ എന്തായാലും ഒരുപക്ഷെ അവര് തെരഞ്ഞെടുപ്പിൽ അവര് നടത്തി വിജയിച്ച ഒരു തന്ത്രമുണ്ട്. അത് ചിലപ്പോൾ അതായിരിക്കും അവരുടെ മനസ്സിലിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഇതൊന്നും എന്തനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല. അതുകൊണ്ടാണ് സമരം എന്ന് പറയുന്നത് ഒരു അവസാനമായ ഒരു രക്ഷാമാർഗമായി ഇന്ത്യൻ ജനത വിശ്വസിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധി സമയത്ത് പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ശ്രീ അഡ്വക്കേറ്റ്? എന്ത് ചെയ്യാൻ? നമ്മൾ അനുഭവിക്കുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നിവൃത്തിയില്ലാതെ അതല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഞാനൊന്നും ഇടപെട്ടത്, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയുടെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന കഴിഞ്ഞ നിയമസഭയിൽ മത്സരിച്ച ജോസഫ് വാഴക്കന്റെ വായിൽ നിന്ന് വന്ന ഒരു ഡയലോഗാണ്. എത്ര കേവലമാണെന്ന് നോക്കൂ. അതായത് ഇതൊന്നീ സഹിക്കുക അല്ലെ ആത്മഹത്യ ചെയ്യുക. ഞാൻ മനസ്സിലാക്കുന്നത് 2014 ഇന്ത്യ ഒട്ടാകെ ഈ പാചക രണ്ട് കാരണമാണെന്ന് മൻമോഹൻ സിംഗ് സർക്കാരിനെ താഴെ ഇറക്കാനായിട്ട് കോൺഗ്രസിനെതിരെ ഉപയോഗിച്ചത്. ശബരിമല വിഷയത്തിൽ BJP കേരളത്തിൽ പറഞ്ഞത് സുവർണ അവസരം, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു സുവർണ അവസരം. അതുപോലെ ഒരു സുവർണ അവസരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഒട്ടാകെ അഴിമതി, 2G സ്പെക്ട്രം അഴിമതിയാണ് മുമ്പോട്ട് വെച്ചത്. അതൊരു അഴിമതി അല്ലെന്ന് കോടതി പിന്നീട് പറയുണ്ടായി. പിന്നീട് ഈ പറയുന്ന ഇന്ധനവില വർധനമാണ്. ശ്രീ ജോസഫ് വാഴക്കൻ പറഞ്ഞത് എത്ര കേവലമാണ്. നമുക്ക് അതിലേക്ക് വരാം, തീർച്ചയായിട്ടും വരാം. ശ്രീ ജേക്സി തോമസ്, ഇവിടെ BJP തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടി നിർത്തുന്ന കേന്ദ്ര സർക്കാർ തന്നെയാണ് ആദ്യമായി. പക്ഷേ കേരളത്തിലും ഒരു ചെറിയ സഹായം കേരളത്തിലെ ജനങ്ങൾക്കും ചെയ്തുകൂടെ? നമ്മുടെ നികുതികളിലൊക്കെ ഒരു തീരുമാനങ്ങളിലൊക്കെ ഒരു വ്യത്യാസം വരുത്തിയ തീർച്ചയായിട്ടും അതിന്റെ ഗുണങ്ങൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും ലഭിക്കുന്നതാണല്ലോ. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇന്ന് ധനവകുപ്പ് മന്ത്രി പോലും ഈ വിഷയത്തിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണം തരാത്തത് എന്തുകൊണ്ടാണ്? അതായത് ഇന്ന് യഥാർത്ഥത്തില് ഇതിനെ സംബന്ധിച്ച് പ്രമേയം അവതരിപ്പിച്ചപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധികൾ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടെ ഒരു തെറ്റിദ്ധാരണാജനകമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിനെ അങ്ങനെ തന്നെയാണ് ബഹുമാനീയനായ ധനകാര്യമന്ത്രി മറുപടി അദ്ദേഹത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പെട്രോൾ ഡീസൽ വില വർധനവ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയോ കാലങ്ങളായി നമ്മളിത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ സമരങ്ങൾ ഇന്നിപ്പോ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു കേന്ദ്രത്തിൽ സംസ്ഥാനത്തിലെ 25,000-ലധികം വരുന്ന കേന്ദ്രങ്ങളിൽ 100 പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടുള്ള സമരങ്ങൾക്കാണ് ഇന്ന് ഡിവൈഎഫ്ഐ നേതൃത്വമായിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ മാത്രം. ഞാൻ പറയുന്നത് ഈ സമരങ്ങൾ എത്രയോ കാലമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ധന വില നിർണയത്തിന്റെ ഉള്ളുകളികൾ എന്താണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ ആരുടെയും സമീപകാല ഓർമ്മകളൊന്നും ഉണ്ടായിട്ടില്ലാത്ത നിലയിൽ കഴിഞ്ഞ ഒരു 15 വർഷക്കാലത്തിനിടയിൽ അനുദിനം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ് ഒരു ഡെയിലി റൊട്ടീൻ എന്ന പോലെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു? മുമ്പ് ഇതുണ്ടായിരുന്നില്ലല്ലോ.
നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും. മുമ്പ് പെട്രോളിന് അല്ലെങ്കിൽ ഡീസലിന് 50 പൈസ കൂട്ടിയാൽ മഹാവലിയ സമരങ്ങൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, അതിൽ ആരാണ് പ്രതിപക്ഷത്തെന്നുള്ളത് കാര്യമേ അല്ല, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മഹാവലിയ സമരങ്ങൾ നടത്തുന്നു. ഇപ്പോഴാ സമരങ്ങൾ ഒരു തുടർക്കഥയാവുകയാണ്, ദിനചര്യയാവുകയാണ്. എന്തുകൊണ്ട് ഇത് തുടർക്കഥയും ദിനചര്യയുമായി മാറിയ അവിടെയാണ് ഇതിന്റെ പ്രശ്നം കുടികൊള്ളുന്നത്. അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ധനവില നിർണയത്തിന്റെ സമ്പൂർണമായ അധികാരം ഉണ്ടായിരുന്നത് നമ്മളുടെ ഇന്ത്യൻ പാർലമെന്റും പാർലമെന്റ് ഹെഡ് ചെയ്യുന്ന സമിതികൾക്കുമായിരുന്നു. രാജ്യചരിത്രത്തിൽ ആദ്യമായി ഇന്ധനവില നിർണയത്തിന്റെ ഭാഗികമായ വില നിർണയ അവകാശം ഇന്ത്യയുടെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാതെ രണ്ടാമത് രാജ്യത്ത് അധികാരത്തിൽ വന്ന രണ്ടാം UPA ഗവൺമെന്റിന്റെ കാലയളവിലായിരുന്നു. അതിനെതിരെയാണ് ഇവിടെ ബഹുമാനിയായ BJP പ്രതിനിധി ചൂണ്ടിക്കാണിച്ചതുപോലെ കാളവണ്ടിയുടെ പുറത്ത് കയറി ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സമരം ചെയ്ത് അതിനെതിരെയാണ്. പക്ഷേ അതിനെതിരെയുള്ള പ്രതികരണത്തിന്റെ ഭാഗമായി തുടർന്ന് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന RSS നേതൃത്വം നൽകുന്ന BJP സർക്കാർ എന്താണ് ചെയ്തത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് ഭാഗികമായിട്ടാണ് ഇന്ധനവില നിർണയത്തിന്റെ അധികാരം കോർപ്പറേറ്റുകൾക്ക് തിരിച്ചെഴുതി കൊടുത്തതെങ്കിൽ ന്യൂയോർക്കിലെ സന്ദർശനത്തിന് ശേഷം ഞാൻ അംഗീകരിക്കുന്നു, അത് വളരെ വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ പശ്ചാത്തലത്തിൽ ശരിക്കും പ്രശ്നം എവിടെയാണ് നിൽക്കുന്നത്? അത് നമ്മൾ 60% ഇത്ര തുക 32ഉം 22ഉം ഒക്കെ വെച്ച് കേന്ദ്രവും സർക്കാരും വീതം വെച്ചെടുക്കുന്ന ടാക്സ് തന്നെയാണല്ലോ പ്രശ്നം. അന്താരാഷ്ട്ര വില നിർണ്ണയം അല്ലല്ലോ ഇവിടെ നമ്മൾ നേരിടുന്ന പ്രശ്നം. ഇവിടെ അന്താരാഷ്ട്ര വില കുറയുമ്പോൾ അതനുസരിച്ച് ടാക്സുകൾ നമ്മൾ വീതം വെച്ച് ഇത് മുന്നോട്ട് പോകുന്ന ആ ഒരു വീതം വെപ്പ് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്? അങ്ങ് തെറ്റിദ്ധരിച്ചു. അങ്ങ് പറഞ്ഞത് തന്നെ ശരിയായ പ്രയോഗമല്ല. അന്താരാഷ്ട്ര വില നിർണ്ണയത്തിന്റെ പ്രശ്നമല്ല ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെ, ടാക്സുകൾ വർദ്ധിപ്പിക്കുന്നതാണല്ലോ പ്രശ്നം. ഇതിന്റെ വേരെവിടെയാണ്? അങ്ങ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ, അവതാരകരെതിരെ കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കണം. ആരാണ് ഇന്ധന വില നിർണയത്തിന്റെ അധികാരം ഇവർക്ക് കൊടുത്തത്? ആരാണ് അനുദിനം വില വർദ്ധിപ്പിക്കുന്നത്? ഇത് തന്നെ നമ്മളുടെ പ്രശ്നം. ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറയുമ്പോഴും ആനുപാതികമായി ഇവിടെ എന്തുകൊണ്ട് കുറയുന്നില്ല? നമ്മൾ ചിന്തിക്കണ്ടേ? ക്രൂഡ് ഓയിൽ തീർച്ചയായും അംഗീകരിക്കുന്നു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ സംസ്ഥാനത്തിന് ഇതിനകത്ത് റോൾ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവിടെ ഒരു ഇടപെടൽ നടത്തണ്ടേ? നമ്മൾ പല സമരങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ ഈ UPA ഭരിക്കുന്ന സമയത്തും മറ്റു സമയത്തുമൊക്കെ. ഈ വിഷയത്തിൽ കുറച്ചുകൂടി ക്രിയാത്മകമായ ഇടപെടൽ പാർട്ടിക്ക് മൊത്തത്തിൽ ഉണ്ടാകേണ്ടതല്ലേ എന്നൊരു ചോദ്യമാണ്, ജനങ്ങൾക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം മാത്രമാണ് ഞാൻ കരുതുന്നത്. അല്ല, നമ്മളപ്പോ ഈ വിഷയത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ, പൂവുകളിൽ അഭിരമിക്കുകയല്ല, വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് വേണ്ടത്. പെട്രോൾ ഡീസൽ വില വർധനവിനെ നമ്മൾ അപലപിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ആദ്യം ഇതിന്റെ വില നിർണ്ണയ അധികാരം ഇന്ത്യയിൽ റിലയൻസിനും SRനും ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്ത കോൺഗ്രസിനെയും BJPയെയും സംശയങ്ങൾക്കിടമില്ലാത്തവണ്ണം തള്ളി പറഞ്ഞതിന് ശേഷം മാത്രമേ ആദ്യഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായും ഈ സംസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ യോജിക്കുന്നു, അങ്ങ് തുടരാം. സംസ്ഥാനത്തിന്റെ ഇപ്പൊ അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്രത്തിൽ എന്തെങ്കിലും ആവട്ടെ, കേരളത്തിലെങ്കിലും ഇത് കുറച്ചുകൂടെ എന്നാണ് അങ്ങയുടെ ചോദ്യം. അല്ല, കേന്ദ്രത്തിന്റെ അഭിപ്രായം അഡ്വക്കേറ്റ് ജയസൂര്യ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ശ്രീ ജെയ്ക്സിലേക്ക് നമ്മൾ വരിക. അല്ല, ഞാൻ പറയുന്നു ഇനിയിപ്പോ കേരളത്തിലെങ്കിലും ഇതൊരു ആശ്വാസികരമായ ഒരു വിലക്കുറവുണ്ടാകുമോ? കേരളത്തിലൊരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണോ ഭരിക്കുന്നത്? ഈ ഒരു കുറച്ചുകൂടെ ജനപക്ഷ നടപടികൾ ഉണ്ടാവില്ലേ? ഇതായിരിക്കാം അങ്ങ് സ്വാഭാവികമായി ഉന്നയിക്കുന്ന ചോദ്യം, സംശയം. അവിടെ നമ്മൾ കാണേണ്ടത് ഇന്ന് ധനകാര്യമന്ത്രിയുടെ 3 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഹ്രസ്വമായ മറുപടി ഋജുവാർന്ന വാക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന് എപ്പോഴൊക്കെ ഇന്ധനവില കേന്ദ്രം കൂട്ടുന്നോ അപ്പോഴൊക്കെ അങ്ങനെ കുറയ്ക്കാൻ കഴിയുന്ന നിസ്സാരമായ കാര്യമല്ല. മുമ്പ് UDF സർക്കാരുകൾ 11 തവണ വില കൂട്ടുകയും 5 തവണ വില കൂട്ടുകയും ചെയ്ത അനുഭവം അദ്ദേഹം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ അനുഭവങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല വിലക്കുറവ് സൃഷ്ടിച്ചത്, അതായത് കേന്ദ്രത്തിൽ BJP വില കൂട്ടിയപ്പോഴും സംസ്ഥാനത്തിന് അധികമായി ലഭിക്കേണ്ട വലിയൊരു തുക 1500 കോടി രൂപയുടെ ഗുണഭോക്ത തുകയാണ്. അത്രയും തുക കുറച്ചു കൊണ്ടുവന്നത് ഒന്നാം പിണറായി സർക്കാരാണ്. ഈ തുക കുറയ്ക്കൽ എല്ലായ്പ്പോഴും പ്രായോഗികമല്ല. അങ്ങനെ ആകണമെന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെ ആകണമെന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഇതര സംസ്ഥാനങ്ങളുണ്ട്, BJP ഭരിക്കുന്ന ഇതര സംസ്ഥാനങ്ങളുണ്ട്, കോൺഗ്രസ് BJP ഇതര ഗവൺമെന്റുകൾ ഭരിക്കുന്ന തമിഴ്നാട്, ആന്ധ്ര ഉൾപ്പെടെയുള്ള തെലങ്കാന ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളുണ്ട്. ആരെങ്കിലും നമുക്ക് മാതൃക കാട്ടിയിട്ടുണ്ടോ? ഒന്നാം പിണറായി സർക്കാർ 1500 കോടി രാജസ്ഥാൻ വിഷയത്തിൽ മാതൃക കാട്ടിയില്ലേ ശ്രീ ജെയ്ക്സി തോമസ്? കുറച്ചൊരു മാതൃക കാണിച്ചില്ല. എവിടെയാണ്? രാജസ്ഥാനിൽ അങ്ങനെ മാതൃക കാണിച്ചതായിട്ട് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്. ഞാൻ അവിടെയാണ് പറഞ്ഞത്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലയളവിലാണ് ഏറ്റവും അതിശക്തമായ തുക കുറച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ 1500 കോടി രൂപയുടെ ഫിഗർ നിരത്തിക്കൊണ്ടാണ് ഇന്ന് ധനകാര്യമന്ത്രി നമ്മുടെ നിയമസഭയിൽ മറുപടി പറഞ്ഞത്. അത് മറന്നു പോകാൻ പാടില്ല. അഡ്വക്കേറ്റ് വിനോദ് മാത്യു ബിൽസൺ, ഇവിടെ LDFും
UDF-ഉം BJP-യും ഒക്കെ പരസ്പരം അവരുടേതായ ആരോപണം ഉന്നയിക്കുന്നതേ ഉള്ളൂ. ശരിക്കും ഞാനും അങ്ങുമൊക്കെ ഉൾപ്പെടുന്ന സാധാരണക്കാരായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമല്ലാത്ത നമ്മൾ ഇത് ആരോടാണ് പറയേണ്ടത്? പരസ്പരം പഴിചാരുന്നത് അല്ലല്ലോ നമുക്ക് ഇതിനകത്ത് ഉത്തരമുള്ളത്. ശരിക്കും ഇത് ആർക്ക് ഇടപെടാൻ സാധിക്കും ശരിക്കും ഈ വിഷയത്തിൽ? അല്ല, അതെ, രണ്ട് കാര്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞത് ഇവിടെ സാധനങ്ങളുടെ വിലയൊന്നും കൂടുന്നില്ലെന്ന് എത്ര കേവലപ്പെടുത്തി സംസാരിച്ചു. എത്ര സത്യത്തിൽ ചിരിയാണ് വരുന്നത്. കാര്യം ഇവരൊന്നും ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരല്ലേ? അതോ ഇവർ ഈ പാർട്ടികളോട് മാത്രമാണോ ഇവരുടെ കുറവ്? ഇവര് പാർട്ടി ഇവർക്ക് നേരിട്ട് ഫണ്ട് കൊടുത്താണോ ഇവർ ജീവി? എനിക്കറിയില്ല. ഇവരൊക്കെ അധ്വാനിച്ച് ജീവിക്കുന്നവരല്ല എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. കാര്യം കഴിഞ്ഞ 6 മാസം ഉഴുന്ന്, തേയില, എണ്ണ ഇതിന്റെയൊക്കെ വില കൂടി. ഇതൊന്നും ഇവർ അറിയുന്നില്ല. ഇവരും വീട്ടുപകരണങ്ങൾ വാങ്ങുന്നവരല്ലേ? കേരളത്തിലെ ഞാൻ കൊല്ലത്ത് താമസിക്കുന്ന ആളാണ്. തീരദേശ നിവാസികൾക്ക് 400 ലിറ്റർ സബ്സിഡിയിലായിരുന്നു മണ്ണെണ്ണ കൊടുത്തു. വെറും 200 ലിറ്റർ കൊടുത്തുകൊണ്ട് 40 ലിറ്ററേക്ക് മാറി. കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ, എത്രയോ ബസ്സുകൾ കട്ടപ്പോ അവരൊന്നും ഓടുന്നില്ല. ഇന്നും വാർത്ത വന്നിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഇതിന്റെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഇവിടെ പിന്നെ ഒരു തമാശകൾ നമ്മൾ പറയും. ഈ വാട്സപ്പ് കോമഡി ഉണ്ട്. അതായത് എത്ര വില കൂടിയാലും എന്റെ ചേട്ടന് പ്രശ്നമൊന്നുമില്ല, എന്ന് പറയുന്ന ആ കേവലപ്പെടുത്തലാണ് ഒരു അഡ്വക്കേറ്റ് ആണ് വന്നിട്ട് സംസാരിക്കുന്നത്. അതൊന്ന്. പിന്നെ അത് ഒന്നാമത്തെ വിഷയം. അതെനിക്ക് അതിനോടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിച്ച കാര്യമാണ്. രണ്ടാമത്തെ വിഷയം ഇവിടെ ജോസഫ് വാഴക്കൻ പറഞ്ഞതുപോലെ ഇത് ശക്തമായ പ്രതിഷേധങ്ങളും അതിനല്ലേ പ്രതിപക്ഷം എന്നും പറയും. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഈ ജനാധിപത്യത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സംവിധാനമല്ലേ? ഇന്ത്യയിലൊട്ടാകെ ഈ സംവിധാനം പ്രതിപക്ഷം എന്ന് പറയുന്ന BJP ആയ സമയത്ത് ഇന്ധനവില വർധനവും അഴിമതിയും ചൂണ്ടിക്കാണിച്ച് അധികാരത്തിൽ വന്നവരാണ്. ഇന്ന് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിന് സംഘടനാ ദൗർബല്യം മൂലം അവർക്ക് ഈ വിഷയത്തെ ഇടപെടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് മുഴുവൻ ജനങ്ങൾ അനുഭവിച്ചോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രതിപക്ഷ ദൗത്യത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ പോരായ്മയായിട്ട് കാണേണ്ടി വരും. ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയാണ്. അതായത് ഇനി ഞങ്ങളൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, സ്വമേധയാ മോദി ഈ ഭരണം അവസാനിപ്പിച്ച് ഞാൻ ഇനി ഭരിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ പോകുന്നതിന്റെ അന്ന് ഞങ്ങൾ വന്ന് ഭരിച്ചോളാം എന്ന് പറയുന്ന ഒരു കേവലപ്പെടുത്തൽ. എത്ര ഇത് പൊതുസമൂഹം കാണുന്ന ചർച്ചകളല്ലേ? ഇവരൊക്കെ കുറച്ചുകൂടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം സംസാരിക്കണം എന്നാണ് എനിക്കൊരു സാധാരണ മനുഷ്യൻ നില അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഇവിടുത്തെ വിലവർദ്ധന, ഈ പെട്രോൾ വിലവർദ്ധനയെ പറ്റി ഇപ്പൊ സംസാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പം ജയിക്ക് സംസാരിച്ചതിനകത്ത് ശരിയാണ്, ഒരു പക്ഷേ ഇതിന്റെ ഭൂരിഭാഗം എമൗണ്ടുകളും കേന്ദ്ര സർക്കാരാണ് എടുക്കുന്നത്. സംസ്ഥാന സർക്കാരിന് കോവിഡാനന്തരമായ സംവിധാനങ്ങൾക്ക് വലിയ പണമൊന്നുമില്ല. ശരിയാണ്, സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിനകത്ത് നേരിട്ടുള്ള ഇടപെടലൊന്നുമില്ല. പ്രത്യേകിച്ച് GST കോമ്പൻസേഷൻ അടക്കം കേരളത്തിന് കിട്ടാതിരിക്കുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇതിന്റെ ഒരു 90% ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ഇതിന്റെ കൾപ്രിറ്റ് എന്ന് പറയുന്നത് ക്രിമിനൽ നെഗ്ലിജൻസ് കാണിക്കുന്ന കേന്ദ്ര സംവിധാനം തന്നെയാണ്. പിന്നെ ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുന്ന LDF സർക്കാരിന് വേണമെങ്കിൽ സാധാരണക്കാരനോട് താല്പര്യമുണ്ടെങ്കിൽ ഈ നേരത്തെ അധിക നികുതി വേണ്ട നോക്കുകയോ അല്ലെങ്കിൽ അല്പം നികുതി ഇളവ് കൊടുക്കുകയോ ചെയ്യാം. പക്ഷെ ഈ വിഷയത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം, വില കുറയ്ക്കാനുള്ള ബാധ്യതയും ഈ ഉത്തരവാദിത്വം കാണിക്കുന്ന കേന്ദ്ര സർക്കാരാണെന്നാണ് നമ്മൾ പറയേണ്ടി വരും. അതാണ് അതിന്റെ ഉത്തരം. ശരി, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, ഇവിടെ നമുക്ക് ഈ വാഗ്വാദങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഒരു വാല്യൂ അഡീഷൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ലല്ലോ. ശരിക്കും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ അങ്ങ് ഉൾപ്പെടുന്ന നേതാക്കൾ ഇത് സമ്മതിച്ചിരിക്കുന്നു. ജനങ്ങളുടെ മുമ്പിൽ വലിയ ഒരു ദുരന്തം ഞങ്ങൾ തന്നെ വരുത്തി വെക്കുന്നു എന്നുള്ള ഒരു സമ്മതം അങ്ങ് നടത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരിക്കും ഇനി എന്താണ് പ്രതിവിധി? അങ്ങ് GST കുറിച്ച് പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ ഇത് കുറയ്ക്കാനുള്ള ഏതെങ്കിലും ഒരു അനുഭാവപൂർവമായ ഒരു നടപടി സമീപകാലത്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ഞാനത് വ്യക്തമായിട്ട് പറയാം. അപ്പോ ഈ ഇത്രയും പേര് പങ്കെടുക്കുന്ന ഒരു ചർച്ചയില് ഇതിന്റെ മറുപടി പറയുന്നത് തീർച്ചയായും അങ്ങേക്ക് സമയമുണ്ട്, പറയൂ സാർ. അപ്പൊ ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ ഇത് കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുത്തു എന്ന് പറയാം. അപ്പൊ ഈ കോർപ്പറേറ്റുകൾ ആരാണ്? ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേറ്റ് ആണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കോർപ്പറേറ്റർ ആണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കോർപ്പറേറ്റ് ആണ്. സാങ്കേതികമായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ സംസാരിക്കുന്നത്. വളരെ ബുദ്ധിപരാണ്. കേട്ടാ തോന്നും ഇതെല്ലാം ഏതോ വിദേശ മുതലാളിമാരോ സ്വദേശ മുതലാളിമാരോ ആണ്. ഇത് ജനങ്ങളുടെ പണം കൊണ്ട് ജനം ഉണ്ടാക്കിയിരിക്കുന്ന സർക്കാർ കമ്പനികളാണ്. അതിന്റെ കൂടെ അഡാനി, അംബാനി, എസ്ആറും ഉണ്ടെന്നേ ഉള്ളൂ അല്ലെ? അല്ല, ഞാൻ അതാണേ പറഞ്ഞു വരുന്നത്. എനിക്ക് തിരക്കില്ലെന്നേ ഉള്ളൂ പറയാം. എനിക്ക് മറുപടി ഉണ്ട്, അതുകൊണ്ടാണ്. അതായത് അദാനിക്കും റിലയൻസിനും എസ്ആറിനും കൂടി എത്ര ശതമാനം പെട്രോൾ പമ്പ് ഉണ്ട്, എത്ര ശതമാനം അവർ ഇവിടുത്തെ ബിസിനസ് ചെയ്യുന്നുണ്ട്, അതാരും പറയാൻ. അത് 2%. ബാക്കി 98% ഇന്ത്യ സർക്കാരിന്റെ കമ്പനികളാണ്. ഇന്ത്യൻ സർക്കാരിന്റെ കമ്പനി കോർപ്പറേറ്റ് ആണ്. അപ്പൊ കോർപ്പറേറ്റ് എന്നങ്ങ് പറഞ്ഞാൽ KSRTC കോർപ്പറേറ്റ് ആണ്, ഇലക്ട്രിസിറ്റി ബോർഡ് KSEB കോർപ്പറേറ്റ് ആണ്. അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് ഇതെല്ലാം മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നുള്ള വാദം ശരിയല്ല. ഇത് സർക്കാരിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, സത്യസന്ധമായിട്ട് പറയാം. സർക്കാരിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ടാക്സ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഈ ടാക്സ് സർക്കാർ ലാഭം ഉണ്ടാക്കിയിട്ട് ഇത് ആരെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കാൻ വേണ്ടിയല്ല, ജനങ്ങളുടെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഉള്ള വലിയ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഉൽപാദന വ്യവസ്ഥ സംവിധാനം അപ്പാടെ സ്തംഭിച്ചു കിടക്കുകയാണ്. പക്ഷെ രാജ്യത്തിന് ദൈനംദിന പരിപാടികളുമായി, ഭരണവുമായി, ജീവിതവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ പോവേണ്ടി വരുമ്പോൾ ചെലവുകളുണ്ട്, പക്ഷെ വരുമാനമില്ല. ആ സമയത്ത് രാജ്യത്തിന്റെ ചെലവുകളെ നിർവഹിക്കാനും ഈ കോവിഡിനെ പിടിച്ചുകെട്ടാനും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനും പണം ആവശ്യമുണ്ട്. അത് അങ്ങേക്ക് പറയാം, തീർച്ചയായും. ഒറ്റ കാര്യം, ഒറ്റ നിമിഷം. ഇത് ഈ പെട്രോൾ ഡീസൽ വില വർധന ഒരു പുതിയ പ്രതിഭാസമല്ലോ. ഈ UPA സർക്കാർ, ഈ NDA സർക്കാരിന്റെ എല്ലാ ഘട്ടത്തിലും ഇത് ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് മുമ്പോട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഒരു വർഷം മുമ്പ് വരെ അങ്ങ് പറഞ്ഞത് ഒരു തരത്തിൽ വേണമെങ്കിൽ അങ്ങേക്ക് അത് പറഞ്ഞ് വ്യാഖ്യാനിക്കാം. പക്ഷെ അതിന് മുമ്പും ഈ പ്രതിഭാസം കാണുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, ഇത് ഡെവലപ്മെന്റിന് വേണ്ടി പോകുന്നുണ്ടെന്നൊരു ചോദ്യമാണ്. ഇപ്പൊ CAG തന്നെ ഓഡിറ്റിംഗിൽ പറയുന്നത് എന്താണ്, 1.25 ലക്ഷം കോടി ഓഫ് സെസ് കളക്ടഡ് ഓൺ ക്രൂഡ് ഓയിൽ വാസ് ട്രാൻസ്ഫേർഡ് ടു ആൻ ഓയിൽ ഇൻ ഡെവലപ്മെന്റ് ബോഡി. ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല 1.25 ലക്ഷം കോടി ഓഫ് ദ സെസ് കളക്ടഡ് ഓൺ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞ ഒരു കണക്ക്, അതായത് FY 10-19 കണക്കാണ് പറയുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഡെവലപ്മെന്റ് ശരിക്കും ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യം സാധാരണക്കാർക്ക് സ്വാഭാവികമായി ഉണ്ടാകും. തീർച്ചയായിട്ടും അങ്ങേക്ക് മറുപടി പറയാം. ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ആ ഡെവലപ്മെന്റിന്റെ കണക്കുകൾ പറയാൻ പോയ സമയം കൂടുതലെടുക്കും. എങ്കിലും ചോദിച്ചതുകൊണ്ട് പറയാണ്, ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എത്ര പേർക്ക് കുടിവെള്ളം ഉണ്ടായിരുന്നു, എത്ര പേർക്ക് വൈദ്യുതി ഉണ്ടായിരുന്നു, എത്ര പേർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു, എത്ര പേർക്ക് ശൗചാലയം ഉണ്ടായിരുന്നു? അതൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കക്കൂസാണെന്ന് പറഞ്ഞ് കളിയല്ല. പക്ഷെ സത്യമല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ കുതിച്ചുചാട്ടം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കുകയും ജനങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തതുകൊണ്ടാണല്ലോ BJP ഓരോ ഇലക്ഷൻ കഴിയും തോറും കൂടുതൽ വലുതായിക്കൊണ്ടുവരുന്നത്. അപ്പോ ജനങ്ങൾ രാഷ്ട്രീയമായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്തി നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കൃത്യമായി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ചുമതല ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വരുമാന മാർഗം. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ മദ്യം വിറ്റിട്ടാണ് കേരള ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാനമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ വരുമാനം മദ്യവിൽപ്പനയല്ല, അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ്. അപ്പൊ അത് വലിയൊരു വരുമാന മാർഗമാണ്. ആ വരുമാന മാർഗം കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, GSTയിൽ കൊണ്ടുവരാം. ഇത് ആദ്യം മുതലേ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നുണ്ട് GSTയിൽ കൊണ്ടുവരാം, ഇപ്പോഴും പറയുന്നുണ്ട് GSTയിൽ കൊണ്ടുവരാം. GST കൊണ്ടുവരാമെന്നുണ്ട് എന്ന ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന GST കൗൺസിലിൽ പോലും ഈ വിഷയം പരിഗണിക്കപ്പെടാൻ പോയത് എന്തുകൊണ്ടായിരിക്കാം? നിർമ്മലാ സീതാരാമന്റെ ഒരു പ്രസ്താവനയ്ക്ക് അപ്പുറമായിട്ട് ഈ വിഷയത്തിൽ ഒരു ഫോളോ അപ്പ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് എന്തുകൊണ്ടായിരിക്കാം? സംസ്ഥാന സർക്കാരിന് ഇത് റോൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും റോളുകളുണ്ട്. GST കൗൺസിലിന്റെ ഘടന അങ്ങനെയാണ്. പക്ഷേ അതിലൊരു താല്പര്യം എന്തുകൊണ്ടില്ല? റിസർവ് ബാങ്ക് ഗവർണർ തന്നെ പറഞ്ഞതാണല്ലോ GSTയിൽ ഇത് പെടുത്തണമെന്നും ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ കൂട്ടുമെന്നും അങ്ങ് മുമ്പേ പറഞ്ഞ വാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇൻഫ്ലേഷൻ കാരണമാകുമെന്നുമൊക്കെ റിസർവ് ബാങ്ക് ഗവർണർ തന്നെ പറഞ്ഞ പശ്ചാത്തലത്തിൽ അത് പറയാം. അതായത് ഈ GSTയുടെ ആ ഒരു ഘടന രൂപീകരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ കൊണ്ടുവരാം. അന്ന് സംസ്ഥാനങ്ങളാണ് അതിനെ എതിർത്തത്. ആ സംസ്ഥാനങ്ങൾ അതിനെ എതിർത്തതിന് ശേഷവും പിന്നെ എത്രയോ തവണ തുടർച്ചയായിട്ട് ഇത് പറഞ്ഞു. അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അതിനെ നഖശികാന്തം ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ലാത്തത് കൊണ്ടാണ് വീണ്ടും പറയാത്തത്. എത്രയോ തവണ പറഞ്ഞു. ഒരൊറ്റ ഉദാഹരണം പറയാം. കേരളത്തിലെ നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നല്ലോ. ആ പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിക്കുകയല്ലേ ഇവിടുത്തെ സർക്കാർ ചെയ്യും. അപ്പോ ഇവിടെ എന്തെല്ലാം കാര്യത്തില് പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ഒന്നിച്ച് പ്രമേയം പാസ്സാക്കി. ഈ കാര്യത്തിൽ വന്നപ്പം പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് പ്രമേയം പാസ്സാക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തിന് അനുമതി പോലും നിഷേധിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. അപ്പോ ഇതൊക്കെയാണല്ലോ അവസ്ഥ. ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ കോൺഗ്രസിന് മുമ്പിൽ ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന, ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നടത്താൻ പറ്റുന്ന വലിയ സമരങ്ങൾക്കുള്ള ഒരു സ്പേസ് ഉണ്ട്. പക്ഷെ ആ സ്പേസ് എന്തുകൊണ്ടാണ് കാണാതെ പോകുന്നത്? അത് കേവലം സമരങ്ങളൊന്നും വിജയിക്കുന്നില്ല എന്നൊരു വാദം മാത്രമാണോ? കർഷക സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞൊരു വിഷയത്തിൽ കോൺഗ്രസ് ഒക്കെ ശക്തമായി നടത്തിയ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ഒരു താല്പര്യം എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ ഇല്ലാതെ പോകുന്നത് എന്നത് ന്യായമായൊരു ചോദ്യമല്ലേ? ഞാൻ ഈ സമരത്തിന് മാത്രം മറുപടി പറഞ്ഞുകൊണ്ടിരുന്നല്ലേ അങ്ങേക്ക് പറയാം. അത് അങ്ങേക്ക് പറയാം. തീർച്ചയായും കടന്നു വരാൻ പറ്റില്ല. അതിനെക്കുറിച്ച് അതിലേക്ക് കടന്നു ഞാൻ വരാം. തീർച്ചയായും. അതിനു മുമ്പ് ഇവിടെ പല ആളുകളും പറഞ്ഞ ഏറ്റവും വലിയ ആരോപണം 2014 UPA കാലത്താണ് ഇതിന്റെ
ഈ വില നിയന്ത്രിക്കാനുള്ള അവകാശം കമ്പനികൾക്ക് കൊടുത്തതെന്ന്. നേരത്തെ ജയസൂര്യ പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് 2% ഉണ്ടായിരുന്നുള്ളൂ റിലയൻസും SRO ഒക്കെ. കാരണം അവരുടെ പമ്പൊക്കെ അടഞ്ഞു കിടക്കുമായിരുന്നു. കാരണം അവർക്ക് സബ്സിഡിയെ മീറ്റ് ചെയ്തുകൊണ്ട് മറ്റ് സർക്കാർ കമ്പനികളുമായി കോമ്പീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ട് അന്ന് അവരുടെ അവരുടെ പിന്നെ ഔട്ട്ലെറ്റുകളെല്ലാം അടഞ്ഞു കിടക്കുമായിരുന്നു. പക്ഷേ ഈ ഗവൺമെന്റ് വന്നപ്പോൾ അംബാനിയുമായി ബന്ധപ്പെട്ട സർക്കാർ ആയിരുന്നത് കൊണ്ട് എല്ലാം, പ്രത്യേകിച്ച് ഈ സബ്സിഡി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ലാതായതോടുകൂടി അംബാനിയുടെയും SRന്റെയും അതുപോലെയുള്ള കോർപ്പറേറ്റുകളിലൊക്കെ മുഴുവൻ ഔട്ട്ലെറ്റുകളും തുറന്നു കഴിഞ്ഞു. ഇന്ന് 2% അല്ല, എനിക്ക് തോന്നുന്ന 10-15% അതിന്റെ കൺട്രോൾ അവരുടെ കയ്യിലാണ്. അവരിപ്പോ ആരംകോ വഴിയായിട്ട് ഇപ്പം നമ്മുടെ കേരളത്തിലെ BPCL ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിന്റെ കച്ചവടം റിലയൻസുകാരനായിരിക്കും. കാരണം ആരംകോയുടെ ഇന്ത്യയിലെ പാർട്ണർ എന്ന് പറഞ്ഞാല് റിലയൻസ് ആണ്. സ്വാഭാവികമായിട്ടും അതും അവർ തന്നെയായിരിക്കും. അതിനുവേണ്ടിയുള്ള പടിപടിയായി മേഖലയിലേക്ക് കടന്നു വരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഗവൺമെന്റ് അതിനുവേണ്ടി തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏതാനും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണല്ലോ നമ്മുടെ രാജ്യത്തെ ഭരണം തന്നെ, ഏതാനും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള. ഞാൻ അതിനിടയിൽ ഒരു 1-2 കാര്യം പറഞ്ഞു പോകട്ടെ. അന്ന് 2014 പെട്രോളിന്റെ മാത്രം വില നിയന്ത്രിക്കാനുള്ള അവകാശമാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. അത് കൊടുക്കുന്ന സമയത്ത് 120 രൂപയായിരുന്നു ഒരു ബാരൽ പെട്രോളിന്. $120 ആയിരുന്നു തുക. അന്ന് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സമ്പത്തിന്റെ നമ്മുടെ വരുമാനത്തിന്റെ ഒരു സിംഹഭാഗം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേകിച്ച് ഒരുപാട് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകുന്ന ഒരു അവസ്ഥ വരികയും ചെയ്തപ്പോഴാണ് ഈ പെട്രോളിന്റെ കാര്യത്തിൽ, ഡീസലിന്റെ കാര്യത്തിലാണ് പലപ്പോഴും ഈ വില നമ്മുടെ ഈ ട്രക്കുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ചരക്ക് നീക്കത്തെ അത് ബാധിക്കുകയും വില വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പെട്രോളിന്റെ കാര്യത്തിൽ അത്രയും സംഭവിക്കാതിരുന്നത് കൊണ്ട് പെട്രോളിന് മാത്രമായിട്ടാണ് അത് വിട്ടുകൊടുത്തത്. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ അന്തർദേശീയ മാർക്കറ്റില് ഇതിന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യും. അതനുസരിച്ച് ഇവിടുത്തെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ തുകയ്ക്ക് ഈ പെട്രോൾ നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ള ഒരു നേരെ മുൻകൂട്ടിയുള്ള ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടു ഏതാണ്ട് 27 രൂപ $1 അല്ല $27 വരെ ഒരു ബാരൽ പെട്രോളിന് ക്രൂഡ് ഓയിലിന് കുറഞ്ഞിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. $27 വരെ. മറ്റത് 120 നിന്നാ പോകുന്നതെന്ന് നോക്കട്ടെ, എത്ര താഴോട്ട് വന്നു. അപ്പോഴും ഇന്ത്യയിൽ ഈ വില നിയന്ത്രിക്കാൻ അധികാരമുള്ള കമ്പനികൾ തുക കൂട്ടിക്കൊണ്ടിരുന്നതിന്റെ കാര്യം എന്തുകൊണ്ടാ? കേന്ദ്ര ഗവൺമെന്റിന്റെ ടാക്സ് വർദ്ധിപ്പിച്ചു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ടാക്സിന്റെ ഷെയർ സംസ്ഥാന ഗവൺമെന്റുകൾക്കും കൂടി വരാൻ തുടങ്ങിയതോടെ സംസ്ഥാന ഗവൺമെന്റുകൾക്കും സന്തോഷമായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു സംസ്ഥാന ഗവൺമെന്റിന് അങ്ങനെ കിട്ടേണ്ടതില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് മാത്രം കിട്ടുന്ന എക്സൈസ് ഡ്യൂട്ടിയും മറ്റു കാര്യങ്ങളും ഒക്കെ അതിന്മേൽ ചുമത്തി. ഇന്നിപ്പോ സംഭവിച്ചിരിക്കുന്ന ഏതാണ്ട് 37 രൂപ മാത്രം അടിസ്ഥാന വിലയുള്ള നമ്മുടെ ഈ ഒരു ലിറ്റർ പെട്രോളിന് അതിന് ഇന്ന് 98 രൂപ വിലയായിട്ടുണ്ട് എങ്കിൽ അതിന് 58 രൂപ 60 രൂപ വരെ 56 മുതൽ 58 രൂപ വരെ ടാക്സ് ആണ്. ആ ടാക്സിനകത്ത് സംസ്ഥാന ഗവൺമെന്റ് 10-24 രൂപ വരുന്നുണ്ട് എന്നാണ് എന്റെ കൃത്യമായ ഓർമ്മ. കേന്ദ്ര ഗവൺമെന്റ് 35 രൂപ കിട്ടുന്നുണ്ട്. നേരത്തെ അത് രണ്ടുപേർക്കും വലിയ വ്യത്യാസമില്ലായിരുന്നു. അപ്പൊ ഇത് കിട്ടുമ്പോ UPIയുടെ കാലത്ത്, കേരളത്തിൽ UDF ഭരിക്കുന്ന കാലത്ത് UDF ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പുതിയതായി വർദ്ധിപ്പിക്കുന്ന തുകയുടെ വിഹിതം സംസ്ഥാന ഗവൺമെന്റിന് കിട്ടുന്നത് വേണ്ട എന്ന് വെച്ചു. ഇവിടെ പിണറായി സർക്കാർ ഒന്നുമല്ല, പിണറായി സർക്കാർ ഒരു ചുക്കും ചെയ്തില്ലെന്ന് മാത്രമല്ല തോമസ് ഐസക് പറഞ്ഞ് ഞങ്ങൾക്ക് സൗകര്യമില്ലെന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് അങ്ങനെ കുറയ്ക്കാൻ സൗകര്യമില്ല എന്ന വാക്കാണ് ധിക്കാര സ്വരത്തിൽ കേരളത്തിന് ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്, പിണറായി സർക്കാരല്ല. ശ്രീ ജേക്ക് സി തോമസ്, 2 ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ഒന്ന്, ഇവിടെ അവതരണാനുമതി നിഷേധിക്കുന്ന ഒരു വിഷയം, അത് കേരളത്തിലെ സർക്കാരിന് അതൊരു വലിയ നിയമസഭയിൽ അത് വലിയൊരു ചർച്ചയാക്കേണ്ട വിഷയമല്ല എന്ന് തോന്നിയത് കൊണ്ടാകാം ഒരു പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് അഡ്വക്കേറ്റ് വിനോദ് വിൽസന്റെ ചോദ്യത്തിന് മറുപടി പറയാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ശ്രീ ജോസഫ് വാഴക്കന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാം. അതായത് ഈ 2 ആഴ്ചക്കാലം മുമ്പ് തോന്നും രാജീവ് സർദേശായിയുടെ ഇന്ത്യ ടുഡേയിൽ വളരെ പ്രസിദ്ധമായ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, വളരെ പ്രചുര പ്രചാരം നേടിയ ആർട്ടിക്കിൾ. ആ ആർട്ടിക്കിളിന്റെ തലവാചകം തന്നെ പെട്രോൾ ഡീസൽ വില വർധനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എല്ലാവർക്കും വായിക്കാം, നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കും കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും ഇടതുപക്ഷക്കാർക്കും ഒക്കെ വായിക്കാം, സാധാരണക്കാർക്കും. അങ്ങ് മുമ്പ് ചൂണ്ടിക്കാണിച്ചു ചോദ്യത്തിന്റെ ആദ്യം, ഈ പാർട്ടിക്കാർക്കപ്പുറം നമ്മൾ സാധാരണക്കാർ
അതായത് ഈ പാർട്ടിക്കാരൊന്നും സാധാരണക്കാരല്ല, സാധാരണക്കാരെന്ന് പറയുന്ന ഒരു പാർട്ടിയിലും പെടാത്ത വേറെ ഏതോ ഒരു വലിയ സംഖ്യ ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണ സംശയം ജനങ്ങൾക്കുണ്ട് ശ്രീ ജെയ്സി തോമസ്. അല്ല അത് അങ്ങയുടെ ഒരു തോന്നലാണ്. അതാണ് ഭൂരിപക്ഷ ജനതയുടെ തോന്നൽ. അങ്ങ് സോഷ്യൽ മീഡിയ ഒന്നും കാണുന്നില്ല ഈ ദിവസങ്ങളിൽ. വിനോദൊക്കെ പറയുന്ന ചില പോയിന്റുകൾക്ക് സമൂഹത്തിൽ നിൽക്കുന്ന സ്വീകാര്യത, അങ്ങ് കേസ് കൊണ്ടൊക്കെ പോകുമ്പോൾ കിട്ടുന്ന സ്വീകാര്യത അത് നമ്മൾ കാണാതിരിക്കാൻ പറ്റുമോ? അല്ല, അതാണ് വിനോദ് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഞാൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ടോ അതിനോട് കൗണ്ടർ ചെയ്തിട്ടോ ഒന്നും വലിയ കാര്യങ്ങൾ പറഞ്ഞായിട്ട് എന്റെ അനുഭവത്തിലില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഇതിനെതിരെയുള്ള അതിശക്തമായ സമരങ്ങളിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. അത് നിൽക്കുന്നത് ഇപ്പോൾ പെട്രോളിന്റെ ഡീസലിന്റെ കുറവ് വരുമ്പോൾ ഇടതുപക്ഷക്കാർക്ക് മാത്രം കുറവ് കിട്ടണം എന്നൊരു മുദ്രാവാക്യമൊന്നുമല്ല ഞങ്ങൾ ഉയർത്തുന്നത്. ഞങ്ങൾ ഉയർത്തും ഈ നാട്ടിലെ എല്ലാവർക്കും, അല്ല അങ്ങ് കേൾക്കണം, എല്ലാവർക്കും, അങ്ങി ഉൾപ്പെടെ ഞാനുൾപ്പെടെ അങ്ങിരുന്ന് അങ്ങയുടെ മാധ്യമ പ്രവർത്തന ജോലി ചെയ്യുമ്പോൾ, ഞങ്ങൾ ഇരുന്ന് സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ പറയുന്നത് മാധ്യമ പ്രവർത്തകർ കിട്ടരുതെന്നല്ല. അങ്ങ് ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ച് പേര് പുറത്ത് സമരം ചെയ്യുമ്പോഴും എല്ലാവർക്കും കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അതിനെ കാണണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ രണ്ടാമത് ഇവിടെ ചൂണ്ടിക്കാണിച്ചു ഈ പെട്രോൾ ഡീസൽ വില വർധനവിന്റെ അധികാരം OMCCകൾക്ക് കൊടുത്തതിനെ സംബന്ധിച്ച് ബഹുമാനീയനായ കോൺഗ്രസ് പ്രതിനിധി, BJP പ്രതിനിധി ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ അവരോടാണ് രാജീവ് സർദേശായിയുടെ ആർട്ടിക്കിൾ വായിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. 2 ആഴ്ചക്കാലം മുമ്പ് അദ്ദേഹത്തിന്റെ വാചകത്തിന്റെ തലവാചകം തന്നെ OMCCകൾക്ക് കിട്ടുന്ന അത്യസാധാരണമായ ലാഭത്തെ കുറിച്ചാണ്. അതായത് കണ്ണഞ്ചിപ്പിക്കുന്ന ലോക്ക്ഡൌണിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മുടെ നാടൻപാടം ഈ മഹാപ്രതിസന്ധിയിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ മരിച്ചു വീഴാൻ വേണ്ടി പോകുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്നും അവശേഷിക്കുന്ന പോക്കറ്റിലെ പണത്തുട്ടുകൾ റാഞ്ചിക്കൊണ്ടു പോകുന്ന കഴുകന്റെ സ്വഭാവമാണ് നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിന്റെ മറവിൽ നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റുകൾ ചെയ്യുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ BPCL എന്നൊക്കെ പറഞ്ഞു. ഏത് BPCL ആണ്? ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി പറയണം. നമ്മുടെ കൊച്ചിയിലെ BPCL ആണോ? നിങ്ങൾ ആയിരക്കണക്കിന് കോടി രൂപയ്ക്ക് വിറ്റ് തുലയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന BPCL കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ആ BPCL ഇപ്പോഴെന്ന ജനങ്ങളുടെ സ്ഥാപനമാണെന്നാണ് പറയുന്നത്. SR പമ്പ് എന്തുകൊണ്ടാണ് 10 വർഷക്കാലം മുമ്പ് നമ്മളുടെ കേരളത്തിൽ, എനിക്കറിയാം BJP പ്രതിനിധിയുടെ നാട്ടിൽ 3 or 4 റിലയൻസിന്റെ പമ്പ് ഉണ്ടായിരുന്നു, എനിക്കറിയാം. അത് മുഴുവൻ പൂട്ടിക്കിടന്നതാണ്. അദ്ദേഹം പുറത്തുനിന്ന് ഇറങ്ങി നോക്കണം എന്തുകൊണ്ട് ഇപ്പൊ ആ പമ്പൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ പൂട്ടിക്കിടന്നതായിരുന്നു. SRനും റിലയൻസിനും ഒക്കെ തോന്നുംപടി വില വർദ്ധിപ്പിക്കാൻ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അധികാരം അവരുടെ കാൽക്കൽ വെച്ചപ്പോൾ, അതായത് ജനങ്ങളുടെ പ്രതിനിധികളാൽ നിശ്ചയിക്കപ്പെടേണ്ട അധികാരം നിങ്ങളെ സഹായിച്ചു എന്നതിന്റെ ഒറ്റ കാരണത്താൽ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ ചുവട്ടിൽ വെച്ചപ്പോഴാണ് ഈ നാട്ടിലെ ശതകോടി വരുന്ന ജനങ്ങൾ ഈ ദുരന്തം അനുഭവിക്കേണ്ടി വന്നത്. ഞാൻ ഒറ്റ കാര്യോട് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. അങ്ങ് ഓർമ്മിക്കേണ്ടത്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഈ പൂർണ്ണ അധികാരം ഇന്ത്യയിൽ വിട്ടുകൊടുക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ മാഡിസൺ ചത്തുരത്തിൽ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷമായിരുന്നു. അന്ന് ഇത് ഹിന്ദു എഴുതിയ ഒരു തലവാചകം ഉണ്ടായിരുന്നു, മാഡിസൺ സ്ക്വയർ ഹാസ് ബീൻ ചേഞ്ച്ഡ് ടു മോഡിസൺ സ്ക്വയർ. അതിന്റെ പ്രായോജകരായിരുന്നു, അതിന്റെ സ്പോൺസർ ആയിരുന്നു SR എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ബഹുരാഷ്ട്ര കുത്തക. തിരികെ വന്നപ്പോൾ എന്താ ഉണ്ടായത്? തന്റെ വിദേശ സ്വീകരണ പരിപാടിക്ക് സ്പോൺസർ ആയിരുന്ന SRന് വേണ്ടി സമ്പൂർണ്ണ വില നിയന്ത്രണ അധികാരം ഇന്ധനത്തിൻ്റെത് വിട്ടുകൊടുത്ത പ്രധാനമന്ത്രിയും അതിനെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന BJPയുടെ പ്രതിനിധിയുമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. നമുക്കിവിടെ ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അല്പമെങ്കിലും ജനങ്ങളോട് ആത്മഹത്യ ചെയ്യാൻ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല. ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി, ഈ അവതരണാനുമതി നിഷേധിച്ച ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങളോട് അങ്ങയുടെ മറുപടി പറയാം. അല്ല, അവിടെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നുണ്ട് ഒരു ചുക്കും ചെയ്തില്ല എന്നൊക്കെയുള്ളത്. അത് അദ്ദേഹത്തിന്റെ ബോധമായിരിക്കാം, അദ്ദേഹത്തിന്റെ നിലവാരമായിരിക്കാം. നിയമസഭാ രേഖയിലുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നതല്ല നിയമസഭാ രേഖയെന്ന് അങ്ങ് അദ്ദേഹം ഓർക്കുമായിരിക്കും. നിയമസഭാ രേഖയിൽ ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞ 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള മറുപടി അങ്ങ് ശ്രദ്ധിച്ചാൽ മതി. 1ാം പിണറായി സർക്കാരിന്റെ കാലയളവിൽ വരുത്തിയ ഇളവും അതിനെ തുടർന്ന് ജനങ്ങൾക്ക് ആകെ കിട്ടിയ വലിയ തുകയുടെ ഗുണഭോക്തൃ നിരക്കുമാണ് ഇന്ന് ആദരണീയനായ ധനകാര്യമന്ത്രി പ്രസ്താവിച്ചിട്ടുള്ളത്. അങ്ങേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പാനന്തരം സവിശേഷകരമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 10 വർഷം കോൺഗ്രസ് പുറത്തിരിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസമായിരിക്കാം അങ്ങയുടെ വാക്കുകൾ. എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ കള്ളം പറഞ്ഞു എന്നൊന്നും ദൈവീത് അങ്ങ് പറയരുത്, അത് ശരിയല്ല. അപ്പോൾ ഇനിയും കേരളത്തിന് ഇതിൽ കാര്യത്തിൽ തുറന്ന മനസ്സാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷം രാജ്യത്തെമ്പാടും ഈ നയത്തിനെതിരെയുള്ള സമരങ്ങളിലാണ്. നമുക്ക് പ്രതീക്ഷയോടുകൂടെ ഈ നയങ്ങളെ തിരുത്താൻ വേണ്ടിയുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള യാത്ര തുടരാം. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, നമുക്ക് ഈ ചർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇതിന്റെ മുമ്പിൽ പ്രായോഗികത എന്നൊരു പ്രശ്നം ഈ പറയുന്ന എക്കണോമിസ്റ്റുകളൊക്കെ പലവട്ടം ഉയർത്തിക്കാട്ടാറുണ്ട്. സർക്കാരുകളെ സംബന്ധിച്ചോളം ഇടതുപക്ഷ കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലായാലും അവർക്ക് ഈ വരുമാനം കണ്ടെത്താൻ മറ്റൊരു മാർഗമില്ല. പ്രത്യേകിച്ച് ഈ പാൻഡമിക്കിന് ശേഷം ജനങ്ങളെ പിഴിഞ്ഞാണെങ്കിൽ പോലും ഇത് ഇവരുടെ സംവിധാനങ്ങൾ നടത്തണം. പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള സാഹചര്യമൊക്കെയാണ് ഇവരുടെ മുമ്പിൽ വെക്കുന്ന ഒരു വാദം. മറ്റൊരു വരുമാന സ്രോതസ് ഇവർക്ക് ഉയർത്തിക്കാട്ടാനുമില്ലാത്തൊരു സാഹചര്യം. അങ്ങനെ വരുമ്പോൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായ സ്റ്റെപ്പ് ഈ കൂട്ടർ ആരെങ്കിലും എടുക്കുമെന്നൊരു പ്രതീക്ഷ അങ്ങേക്കുണ്ടോ? ശരി, അതില് എനിക്ക് ചോദ്യമുണ്ട്. ശ്രീ ജയസൂര്യനോടുമാണ് എനിക്കുള്ള ചോദ്യം. അങ്ങ് സൂചിപ്പിച്ച അല്ലെങ്കിൽ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അവർ തന്നെ പറയാനുള്ള സാധ്യത കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, കേരളത്തിന്റെ മുൻ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് ഫെബ്രുവരി മാസത്തിൽ പറഞ്ഞത് GST ഉൾപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഉൾപ്പെടുത്തി കഴിഞ്ഞ
ശേഷമുള്ള 5 വർഷത്തെ കോമ്പൻസേഷൻ തരാൻ കേന്ദ്രം തയ്യാറാണെങ്കിൽ ഞങ്ങൾ GST ഉൾപ്പെടെ തയ്യാറാണെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 9,000 കോടി രൂപ കേരളത്തിന്റെ കോമ്പൻസേഷൻ ഇനത്തിലേക്ക് കേരളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടാനുണ്ട്. സുപ്രീം കോടതിയെ സമീപിക്കേണ്ടതില്ലെന്ന് പിണറായി സർക്കാർ പറയുകയും ചെയ്തു. ഇപ്പൊ GST-യിൽ ഉണ്ടാകുന്ന കുറവ് നികത്താൻ GST ആക്ടിൽ തന്നെ കോമ്പൻസേഷൻ പ്രൊവിഷൻ പറയുന്നുണ്ട്. സംസ്ഥാന സർക്കാരുകൾ കോമ്പൻസേഷനെ പറ്റി പറയുന്നുണ്ട്. അത്തരം കോമ്പൻസേഷൻ 5 വർഷത്തേക്ക് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ തന്നാൽ GST ഉൾപ്പെടുത്തുന്നതിന് തയ്യാറാണെന്ന് മുൻ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് കേരളത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ പറയുന്നു അത്തരത്തിലൊരു സാധ്യതയും ഇല്ല. അതിന്റെ ഉത്തരം ശ്രീ ജയ്ക്ക് തരുമെന്ന് കരുതുന്നു. രണ്ടാമത്തെ ചോദ്യം ശ്രീ ജയസൂര്യനോട്. അദ്ദേഹം ഇവിടുത്തെ വലിയ വികസന സംവിധാനമൊക്കെ പറഞ്ഞു. ശരിയാണ്, ഇവിടെ വേറെ മറ്റു മാർഗമൊന്നുമില്ല. അത് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ. വർഷങ്ങളായി ഇവിടെ മാറി മാറി ഭരിക്കുന്ന BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഭാവനാശേഷിയിലെ നേതാക്കന്മാരെ കൊണ്ട് ഈ നികുതി അല്ല അതിനപ്പുറത്തേക്ക് ഒരു വരുമാനം സംഘടിപ്പിച്ച സർക്കാരിന്റെ എക്സ്ചക്കറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ പഴിമൊത്തം അല്ല അതിന്റെ പ്രശ്നം മൊത്തം അനുഭവിക്കേണ്ടത് സാധാരണക്കാരെന്ന് പറയുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ ഡയലോഗാണ്. അതുപോട്ടെ. അപ്പൊ അടുത്തൊരു ചോദ്യം ശ്രീ അഡ്വക്കേറ്റിനോടാണ് ഉള്ള ചോദ്യം. ധർമ്മേന്ദ്ര പ്രസാദ് പറയുന്നത് പെട്രോളിയം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം 2018 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ പറയുന്ന ഡീസലിന്റെ റെഗുലേഷൻ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് കാലാകാലങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വലിയ നഷ്ടത്തിലായി. ഇവിടെ ജോസഫ് ആഴക്യം പറഞ്ഞു വലിയ നഷ്ടത്തിലായിരുന്നു. ആ നഷ്ടം കുറവ് നികത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിൽ ചെയ്തിരുന്നു പറഞ്ഞ UPA സർക്കാർ ഇതിന്റെ പ്രൈസ് ഫിക്സേഷൻ എന്ന് പറയുന്ന കമ്പനികൾ വിട്ടുകൊടുക്കുന്നത്. അതിനുശേഷം ഡീസലിന്റെ വില നിർണ്ണയാവകാശവും കമ്പനികൾ വിട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടുമ്പോൾ പ്രൈസ് കൂടും, വില കുറയുമ്പോൾ പ്രൈസ് കുറയും. അതിന്റെ ആനുകൂല്യം അതാണ് കൃത്യമായി മനസ്സിലാക്കണം. അതിന്റെ ആനുകൂല്യം കൺസ്യൂമേഴ്സിന് കിട്ടണം. ഞാൻ ചോദിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ക്രൂഡ് ഓയിൽ അടക്കമുള്ളതിന്റെ വില വളരെ താഴ്ചയിലേക്ക് പോയതിനു ശേഷവും നികുതി വർദ്ധിപ്പിച്ച് ഇതിന്റെ കൺസ്യൂമറിന് കിട്ടേണ്ട സവിശേഷമായ ആനുകൂല്യം ഇല്ലായ്മ ചെയ്യുന്നത് ഏത് വികസനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, നികുതിയില്ലാത്ത മറ്റു മാർഗത്തിലേക്ക് രാഷ്ട്രം വളർന്നിട്ടില്ല. അതിന്റെ കാരണം പറയാം. ഇവിടെ പൊതുവായിട്ടുള്ള ഇതിനു മുമ്പ് ഭരിച്ചിരുന്ന ഗവൺമെന്റുകളും ഇപ്പൊ ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റുകളൊക്കെ പറയുന്നത് ഈ കോർപ്പറേറ്റുകളെ മൊത്തം നശിപ്പിച്ചു കളയാം, അവർ മൊത്തം ശല്യമാണ്, അവരില്ലായ്മ ചെയ്യാം. അപ്പൊ ഈ കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു രാജ്യദ്രോഹ സംഗതിയാണ് എന്നുള്ള കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാട് BJPക്ക് ഇല്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ. ഞങ്ങൾ വിൽക്കും എന്നുള്ളത് ഞങ്ങൾ പ്രകടന പത്രിക പറഞ്ഞിട്ടുണ്ട്. ഒളിച്ചും പാത്തും അല്ല വിൽക്കുന്നത്. ഞങ്ങൾ വിൽക്കാനാണ് ഇലക്ഷന് മത്സരിക്കുന്നത്. അത് കേട്ടിട്ട് വോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം തന്നത്, കയറ്റിയിരുത്തിയത്. ഞങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇനിയും വിൽക്കും. അത് വാശിക്ക് പറയുന്നതല്ല, പേടിപ്പിക്കാൻ പറയുന്നതല്ല. ഈ വിറ്റ് തൊലയ്ക്കുക എന്ന് പറയുന്ന ഇടതുപക്ഷ കോൺഗ്രസിന്റെ ശൈലിയുണ്ട്. ആർക്ക് വിറ്റാ തൊലയ്ക്കുന്നത്? ഇത് എന്തുകൊണ്ടാ ചർച്ചയാവാത്തത്? ഇത് ഞങ്ങൾ ചർച്ച ചെയ്യും. കാരണം ഇപ്പൊ KSRTC അതൊരു സ്വകാര്യ സംരംഭവുമായിട്ട് സഹകരിച്ചിരുന്നു നോക്കട്ടെ, അത് ലാഭത്തിൽ പോവുകയല്ലേ? ഇവിടെ പ്രൈവറ്റ് ബസ് പഠിച്ച് ലാഭത്തിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്താ KSRTC എന്താ KSEBക്ക് ലാഭം ഉണ്ടാക്കിക്കൂടെ? മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ സ്വകാര്യ കമ്പനികൾ വൈദ്യുതി കൊടുക്കുന്നുണ്ടല്ലോ, അവിടെ ലാഭകരമായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വിറ്റ് തൊലയ്ക്കുന്നു, ഞാൻ അതൊന്ന് പറഞ്ഞു പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണം, കാരണം സ്ഥിരം ചോദ്യമായി. ഈ വിറ്റ് തുലയ്ക്കുന്നു എന്ന് പറയുന്നത് തട്ടിപ്പാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ട്രേഡ് യൂണിയനെ വെച്ച് ഈ സാധനം കൊള്ളയടിക്കാനുള്ള സൗകര്യത്തിനാണ് ഇതെപ്പോഴും സർക്കാരിന്റെ കയ്യിൽ ഇരിക്കണം എന്ന് പറയുന്നത്. രണ്ട് ഉദാഹരണം KSRTC, KSEB എല്ലാ കൊല്ലവും 1000 കോടി പൊതു ഖജനാവിൽ നിന്ന് കൊടുത്ത് അവിടെ ശമ്പളവും പെൻഷനും പിടിച്ചു നിർത്തുകയാണ്. അതല്ലേ അവിടെ നടക്കുന്നത്. അപ്പൊ അവിടെ ലാഭകരമായിട്ട് നടത്താൻ പറ്റുമോ? പറ്റിയല്ല. അപ്പോ എന്നാലൊന്ന് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി KSRTC ലാഭമാക്കാൻ പറഞ്ഞു. അപ്പൊ വിറ്റ് തുലയ്ക്കുന്നു എന്ന് പറയും. അപ്പോൾ വിറ്റ് തുലയ്ക്കുന്നു എന്നുള്ള വാദം തെറ്റ്. അത് ജനങ്ങൾക്ക്, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഷെയർ മേടിക്കാം. ആ ഷെയർ മേടിക്കാമെന്ന് പറയുമ്പോൾ അംബാനി മാത്രമേ മേടിക്കാവുള്ളൂ, ടാറ്റ മാത്രമേ മേടിക്കാവുള്ളൂ, റിലയൻസ് മാത്രമേ മേടിക്കാവുള്ളൂ. ഈ MA യൂസഫ് അലിയുടെയും അതുപോലെ പിണറായി വിജയന്റെ മകള് വീണയുടെയും കാര്യം പറയുക. അതെന്താ പറയാത്ത? അവർക്ക് കോർപ്പറേറ്റുകളല്ലേ, അവരെ എന്താ എതിർക്കാത്തത്? അപ്പൊ വീണ വിജയൻ കോർപ്പറേറ്റ് ആണ്, MA യൂസഫ് അലി കോർപ്പറേറ്റ് ആണ്. വീണ വിജയനെ അഡാനിയൊക്കെ നമ്മൾ എങ്ങനെയാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ നമ്മൾ താരതമ്യപ്പെടുത്തുന്നത്? ഞാൻ പറയാം. അതായത് ഇവരൊക്കെ കോർപ്പറേറ്റാണ്, വലുതോ ചെറുതോ ആയ കോർപ്പറേറ്റാണ്. ഇന്നലെ ചെറുതായി, ഇന്ന് വലുതായി, ഇന്ന് വലുതായാലും നാളെ ചെറുതാകും, അതൊക്കെ ഉണ്ടാവും. ഈ കോർപ്പറേറ്റിനോടുള്ള അന്ധമായ വിരോധം BJPക്ക് ഇല്ല എന്ന് കരുതി കോർപ്പറേറ്റിന് ഈ രാജ്യം മുഴുവൻ എഴുതി കൊടുക്കാനും BJP ഉദ്ദേശിക്കുന്നില്ല. അതായത് ഇവിടെ പൊതുമേഖല വേണം, സ്വകാര്യ മേഖലയും വേണം. പൊതുമേഖലയും സ്വകാര്യ മേഖലയും നടത്തിക്കൊണ്ടുപോയി വിജയിപ്പിക്കാനുള്ള ചുമതലയാണ്
ഗവൺമെന്റിന്റെ. ശരി. അപ്പോ എന്നിരുന്നാലും എന്നാൽ പോലും നിങ്ങൾ പെട്രോളിന്റെ വില കുറയ്ക്കുവോ, ഡീസലിന്റെ വില കുറയ്ക്കുവോ? ഈ പാചകവാട സബ്സിഡിയിൽ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഈ അരക്ഷിതാവസ്ഥ, അനിശ്ചിതത്വം അത് നിങ്ങൾ പരിഹരിക്കുമോ? ആ ചോദ്യം ഇവിടെ പ്രസക്തമാണ്. അതായത് സബ്സിഡി കൊടുക്കുന്നിടത്ത് ചിലപ്പോൾ തടസ്സം വരാം. ആ സബ്സിഡി പിന്നീട് അവരുടെ അക്കൗണ്ടിലേക്ക് വരും. ആ സബ്സിഡി നിരോധിച്ചിട്ടില്ല. സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള സബ്സിഡി വന്നുകൊണ്ടിരിക്കും. ആ കൊടുക്കാമെന്ന് പറഞ്ഞ മുഴുവൻ സബ്സിഡിയും അക്കൗണ്ടിലേക്ക് വരും. ഒരു സംശയവും വേണ്ട, ഒരു ഭയവും വേണ്ട. വില കുറയ്ക്കുമോ എന്ന് ഇപ്പൊ പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട വിഷയം പോലുമല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വില കുറയ്ക്കുക എന്നുള്ള ചർച്ചയല്ല വേണ്ടത്. ഇപ്പോൾ കോവിഡ് പാൻഡമിക്കിനെ നമ്മൾ എങ്ങനെ നേരിടണം, അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞിട്ട് വില കുറയ്ക്കേണ്ട വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, അങ്ങേക്ക് മറുപടി പറയാം. ഈ സബ്സിഡി എന്നൊക്കെ പറഞ്ഞ അതൊക്കെ കഴിഞ്ഞതാ. ഇനിയിപ്പോ സബ്സിഡി ഭാവിയിലെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് തിരിച്ച് നമ്മുടെ അക്കൗണ്ട് വരുമെന്ന് നോക്കി വെറുതെ ആളുകൾ ആ അക്കൗണ്ട് നോക്കിക്കൊണ്ടിരിക്കേണ്ട, അതൊന്നും വരത്തില്ല. കാരണം അതൊക്കെ വളരെ തന്ത്രപരമായിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ജനതയുടെ വികാരങ്ങളെ ഇത്ര തന്ത്രപരമായി കബളിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പണ്ടൊക്കെ ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഗവൺമെന്റുകൾ അത് ചെവി കൊടുക്കുകയും, ഞാൻ ഓർക്കുന്നുണ്ട് ഗ്യാസിന്റെ കാര്യത്തില് ഒരു കുടുംബത്തിന് 10 സിലിണ്ടർ മതിയായി എന്നുള്ള ഒരു തീരുമാനം വന്നു. അപ്പോൾ പറഞ്ഞു 10 സിലിണ്ടർ പോരാ, സത്യത്തിൽ 10 സിലിണ്ടറൊക്കെ ധാരാളം മതി. പക്ഷെ അതിനെതിരെ വലിയ പ്രക്ഷോഭമായിരുന്നു. അവസാനം 15 സിലിണ്ടർ വരെ കൊടുക്കാൻ തീരുമാനിച്ചു. അന്നത്തെ അത് ലിമിറ്റ് ചെയ്തതായിരുന്നു. പക്ഷെ അന്ന് കാരണം ഇപ്പൊ ചെയ്തിരുന്ന കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എണ്ണം കൂട്ടും തോറും ഇത് മുഴുവൻ ബ്ലാക്ക് മാർക്കറ്റിംഗ് നടക്കുകയായിരുന്നു പിന്നീട്. അപ്പൊ ഇതെല്ലാം പിന്നെ ഈ നാട്ടിൽ നമ്മൾ കണ്ടതാണ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, 1% നമുക്ക് യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇത്രയും വലിയ കൊള്ള നടത്തുന്നത്. 100 രൂപ 1 ലിറ്റർ പെട്രോളിനായിട്ട് പോലും യാതൊരു കുലുക്കവുമില്ല നമ്മുടെ ഗവൺമെന്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് പിന്നെ ജനങ്ങളുടെ ഗവൺമെന്റ് ആണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ സമരത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ജനങ്ങളുടെ ഇതിപ്പോ ഈ കോവിഡിന്റെ ഈ സിറ്റുവേഷൻ, ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് പ്രക്ഷോഭമായി ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിലൂടെ നടക്കത്തുള്ളൂ. ബാലറ്റിലൂടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ബാലറ്റിലൂടെ ഒരു ഗവൺമെന്റിനെ മാറ്റിക്കൊണ്ട് പുതിയ ഗവൺമെന്റ് വന്നെന്ന് പുതിയ നയങ്ങൾ രൂപീകരിക്കാൻ കഴിയും. ഗവൺമെന്റ് പിടിച്ചിറക്കി അതുവരെ ഒരു പ്രതിഷേധവും ഞങ്ങൾ നടത്തില്ല എന്ന ഒരു ആഹ്വാനമാണോ? ഞങ്ങൾ പ്രതിഷേധം നടത്തും, ജനങ്ങളും കൂടണം. ഞങ്ങൾ മാത്രമല്ലല്ലോ പ്രതിഷേധിക്കേണ്ടത്, എല്ലാവർക്കും പ്രതിഷേധിക്കാൻ കഴിയും. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ കഴിയും. അല്ലാണ്ട് ആരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഒരു ജനതയ്ക്ക് മുഴുവൻ ഇതിനകത്ത് പിന്നെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയും. അത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭം കൊണ്ടുവരണം. ഞങ്ങൾ അതിന് നേതൃത്വം കൊടുക്കും, യാതൊരു സംശയവും ഇല്ല. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിളിച്ചു. നമ്മുടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുവാണ്. നമുക്ക് ഇതിന്റെ പ്രായോഗിക വശത്തിലേക്കാണ് നമ്മൾ വരിക. സർക്കാർ ഇവിടെ പറഞ്ഞൊരു വാദം പ്രസക്തമാണ്. അവർക്ക് മറ്റൊരു മാർഗം, ഈ പറയുന്ന ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഒരു മാർഗം ഇല്ല എന്നൊരു പോയിന്റാണ് അവിടെ വാദിക്കുന്നത്. തീർച്ചയായിട്ടും അത് സർക്കാരിന്റെ ഔദ്യോഗിക വ്യാഖ്യാനം, കേരളത്തിലായാലും കേന്ദ്രത്തിലായി ഈ വ്യാഖ്യാനം അങ്ങനെ തന്നെ നിൽക്കട്ടെ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം അനുഭവിക്കേണ്ട സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് എന്താണ് മുമ്പിലുള്ള വഴി? അല്ല, ഇതിവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ മുമ്പിലുള്ള വഴി പിന്നെ എന്താ പറയുക, നമുക്ക് മുമ്പിൽ ഒന്നുകിൽ നിയമ പോരാട്ടം നടത്തുക, നിയമപരമായി വിഷയത്തെ നേരിട്ട്. നമുക്കറിയാം GST എന്ന് പറയുന്ന ആക്ട് തന്നെ വരുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് പോലും വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ചിന്തയുടെ ഭാഗമായിട്ടാണ് GST ആക്ട് വന്നത്. പക്ഷെ അതിൽ നിന്ന് പെട്രോളിനെ മാറ്റി നിർത്തി. എന്തിനാണ്? കൃത്യമായിട്ട് ഇതൊരു വലിയ കറവ പശുവാണ് എന്ന് സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരുകൾക്കും മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണല്ലോ നിർമ്മലാ സീതാരാമൻ കഴിഞ്ഞ ഫെബ്രുവരി പറഞ്ഞു, GST സംസ്ഥാന സർക്കാരുകൾ തയ്യാറായാൽ GST കൊണ്ടുവരാൻ ഞാൻ കൗൺസിൽ തയ്യാറാണ്. കൗൺസിൽ കൂടിയിട്ട് ഇവർ തന്നെ പറയുന്നു അതിന് തയ്യാറല്ല. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഇതിനകത്തുണ്ട്. കാര്യം ഇത് പിണറായിയുടെ സർക്കാരോ മോദിയുടെ സർക്കാരോ എന്നുള്ളതല്ല, ഇത് വ്യവസ്ഥയാണ്, ഇവിടുത്തെ സാഹചര്യമാണ്. ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകൾക്ക് ഇവരുടെ കൃത്യമായി കിട്ടുന്ന ഫണ്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. ഒരു 27 രൂപ ബേസിക് പ്രൈസ് ഉള്ള ഒരു സാധനത്തിന് 150% ടാക്സ് കൊടുത്തൊരു സാധനം വാങ്ങുക എന്ന് പറയുന്നത് സത്യത്തിൽ മനുഷ്യാവകാശ ലംഘനമല്ലേ? അതല്ലേ ചോദ്യം. ഇവിടെ GST ഉൾപ്പെടുത്തുക. GSTയുടെ മാക്സിമം സ്ലാബ് എത്ര? 28%.
28% ഇതിൽ വരുമ്പോൾ റിഫൈനറികളിൽ നിന്ന് ഇത് പുറത്തേക്ക് കൊടുക്കുന്ന 28 രൂപയ്ക്കാണ്. ഡീലർ കമ്മീഷനും ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഈ ഞാൻ 2014 UPA സർക്കാർ ഭരിക്കുമ്പോൾ ഇതിന്റെ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 9 രൂപയുള്ളൂ. അതിനുശേഷം ഈ 7 വർഷം കൊണ്ടാണ് ഇത് 32 രൂപയിൽ എക്സൈസ് ഡ്യൂട്ടി എത്തിയിരിക്കുന്നത്. എക്സൈസ് ഡ്യൂട്ടി എന്തിനാ കൂട്ടുന്നത്? അപ്പൊ ആ സമയത്തെ വേണ്ട ഒരു മാന്യമായ ടാക്സ് ഈ ഞാൻ പറഞ്ഞു GST എന്ന് പറയുന്ന ആക്ട് തന്നെ പാർലമെന്റ് കൊണ്ടുവന്നതിന്റെ ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനെതിരായിട്ടല്ലേ ഒരു കേന്ദ്ര സർക്കാർ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ കോൺഗ്രസിനോടും അല്ലെ ഇടതുപക്ഷത്തോടും ഒക്കെ പറയാനുള്ളത്, ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനം, ഒരു ജുഡീഷ്യറി നിയമവാഴ്ചയുള്ള രാജ്യമാണ്. ഇത് കോടതികളിൽ പോലും ചൂണ്ടിക്കാട്ടി ഈ നിയമത്തിന്റെ പോരായ്മ എന്തിനാണ് ഒരു നിയമത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് പാർലമെന്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിക്ക് അങ്ങനെ ചെയ്യും. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പാർലമെന്റ് പാസ്സാക്കിയ ആ നിയമത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു 1 നേഷൻ 1 ടാക്സ് 1 മാർക്കറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ എക്സെപ്ഷൻ ഇനി ഒറ്റ കാര്യം കൂടെ സൂചിപ്പിക്കാം, അങ്ങയുടെ അറിവിലേക്കാണ്. പെട്രോളിനെ ഇതിൽ ഉൾപ്പെടുത്തത്തില്ല എന്ന് GST ആക്ടിൽ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇത് ചർച്ച ചെയ്ത് വേണമെങ്കിൽ GST കൗൺസിൽ കഴിഞ്ഞ ദിവസം കൂടി അന്ന് ഇത് പരിഗണനയ്ക്കെടുത്തിട്ടില്ല. അങ്ങനെ മാത്രമല്ല, GSTയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി വന്നാൽ, ദാറ്റ് മീൻസ് ആർക്ക് വേണ്ടി വന്നാൽ, അപ്പൊ മാക്സിമം ഇത് പിന്നെ കറന്ന് ഊറ്റിയതിനു ശേഷം അല്ല. അപ്പൊ സ്വാഭാവികമായും GST ഉൾപ്പെടുത്തി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ ചോദ്യം അവസാനിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. ഇപ്പൊ ഇടതുപക്ഷമാണ് കേന്ദ്രത്തിൽ അധികാരത്തിലെങ്കിൽ, അല്ലെങ്കിൽ UPA സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിലെങ്കിൽ പോലും ഇതേ സ്ഥിതി തന്നെ ആയിരിക്കില്ലേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഈ വിഷയത്തിൽ? അതിന് ഞാൻ അത്തരത്തിലൊരു ഒരു താരതമ്യത്തിലേക്ക് പോകാൻ സാധ്യത. കാരണം 2014 ഈ പറയുന്ന ഡീറഗുലേഷൻ വന്നതിന് ശേഷം 9 രൂപയിൽ നിന്ന് ഈ പറയുന്ന 32 രൂപയിലേക്ക് എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയെങ്കിൽ അതായത് ഇതിന്റെ മെയിൻ ഒബ്ജക്ട് തന്നെ ഇത്തരത്തിൽ ഡീറഗുലൈസേഷൻ കൊണ്ടുവന്നത് തന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കുറയുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കൺസ്യൂമർ കിട്ടുന്നതിന് വേണ്ടിയാണ്. പക്ഷെ ഇവിടെ കൊള്ളയടിക്കുക എന്ന് പറയുന്നത് എന്താണ്? ആ ആനുകൂല്യം സാധാരണക്കാർ കിട്ടാതിരിക്കാൻ വേണ്ടി എക്സൈസ് ഡ്യൂട്ടി കൂട്ടുക. അത് UPA സർക്കാർ വന്നെങ്കിൽ അവർ ചെയ്യുമോ എന്നുള്ളത് നമുക്കത് മറ്റൊരു വിഷയമാണ്. ശരി, ഓക്കെ, വ്യക്തമാണ്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഏറ്റവും അവസാനം ജനങ്ങളുടെ മുമ്പിൽ എന്ത് പ്രതീക്ഷയാണ് BJPക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? GST ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ നമുക്ക് മുമ്പിലുണ്ടോ? തീരുമാനങ്ങളെക്കാൾ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, എന്തുകൊണ്ട് ഇത് സംഭവിക്കും? ഇപ്പൊ നമ്മൾ 1 മണിക്കൂറായിട്ട് ഈ ചർച്ച ചെയ്യും. ഇതിന്റെ കോർ ആയിട്ടുള്ള വസ്തുത എന്താണെന്നുള്ള ചർച്ചയിൽ വന്നിട്ടേ എന്തിനാണ് ഈ വില വർദ്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്നൊരു ചോദ്യം ആണ് ജനങ്ങളുടെ യഥാർത്ഥ ചോദ്യം. എന്തിനാണ് ഡെവലപ്മെന്റിന് വേണ്ടിയാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അല്ല വേറൊരു കാര്യം കൂടെ. ഈ വില കുറയ്ക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് വില കുറച്ചു വന്നിരിക്കണം. പെട്രോളിന് നാളെ 10 രൂപ, ഡീസലിന് 12 രൂപ. സന്തോഷമാവും. ആയാൽ എന്തായിരിക്കും? കൂടുതൽ പെട്രോൾ അടിക്കും. കൂടുതൽ പെട്രോൾ അടിക്കും, കൂടുതൽ ഡീസൽ അടിക്കും, ഉപയോഗം കൂടും. അതായത് പെട്രോളിനോ ഡീസലിനോ വില കുറച്ചാൽ അത് 50, 40, 30 രൂപയായാൽ ധാരാളം പെട്രോൾ അടിക്കും, ധാരാളം ഡീസൽ അടിക്കും, ധാരാളം ഉപയോഗം കൂടും. ഉപയോഗം കൂടുമ്പോൾ ഇറക്കുമതി കൂടും. ഇറക്കുമതി കൂടുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വിദേശ നാണ്യം, അതായത് ഡോളറിന്റെ ശേഖരം കുറയും. ഡോളറിന്റെ ശേഖരം കുറയുമ്പോൾ നമ്മളുടെ രൂപയുടെ വില ഇടിക്കും. രൂപയുടെ വില ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്നത് വമ്പൻ സാമ്പത്തിക തകർച്ചയാണ്. അതുകൊണ്ട് വില ഈ രീതിയിൽ നിന്നാൽ മാത്രമേ അതിന്റെ ഉപഭോഗവും കൺട്രോൾ ചെയ്ത് പോവുകയുള്ളൂ. കാരണം എല്ലാ കാലത്തേക്കും നിർത്താൻ വേണ്ടിയല്ല. ഇത് ഞാൻ പാർട്ടിയുടെ നയമാണ് പറയുന്നത്, വ്യക്തമായിട്ടാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വില ഇപ്പൊ കൂട്ടി നിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം കോവിഡാണ്. ഈ പറഞ്ഞ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിന് സാമ്പത്തികം വേണം. ഇപ്പോ വാക്സിൻ കൊടുക്കാൻ നേരത്തെ എന്താ പറഞ്ഞത്? കേന്ദ്രം കൊടുക്കണം. കേന്ദ്രം കൊടുത്തു. BJPക്കെതിരെ ഒന്നിക്കാമായിരുന്ന സാഹചര്യം പോലും ഒഴിവാക്കിയിട്ട് പെട്രോൾ ഡീസൽ വിലയുടെ വർധനത്തിന്റെ കാര്യത്തിൽ UDF LDF ഒന്നിച്ചൊരു പ്രമേയം പാസ്സാക്കാമായിരുന്നിട്ട് പോലും LDF അത് ചെയ്യാതിരുന്നത് LDFന് അറിയാം. അവർ ഭരിക്കുകയാണ്. ഭരണമില്ലാതെ പുറത്തു വയ്ക്കുന്നവർക്ക് എന്തും പറയാം. ഭരണത്തിന് മുകളിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ വരുമാനം ഈ ഡീസൽ മാത്രമേ ഉള്ളൂ, പെട്രോൾ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടില്ലോ രാജ്യത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ട്, സാമ്പത്തിക തകരാറ് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വില കുറയ്ക്കാത്തത്. അനുകൂലമായ സാഹചര്യം വരുമ്പോൾ വില കുറയ്ക്കും. അതുവരെ ജനങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ സഹകരിപ്പിക്കാൻ കഴിവും കെൽപ്പുമുള്ള, ജനങ്ങളുമായി ബന്ധമുള്ള ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്നിടത്തോളം കാലം BJPക്ക് ഭയമില്ല. സമരം ചെയ്യാനാണെങ്കിൽ സമരം ചെയ്തോളൂ. കോടതി പോണോ പൊയ്ക്കോളൂ. ഇതൊരിക്കലും അഹങ്കാരമല്ല. ഞങ്ങൾ കോടതി പോകുമ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട്, സമരം ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട്. പക്ഷെ നിർവാഹമില്ല. ഇപ്പോൾ ഇതാണ് അവസ്ഥ. അതാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത്. ശരി, വിനോദ് മാത്യു, വളരെ ചുരുക്കത്തിൽ. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സാമ്പത്തിക ചിന്തയെ പറ്റി അത്ഭുതപ്പെടും. ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക ചിന്തയുമായിട്ടാണെങ്കിൽ, അതായത് അദ്ദേഹം പറയുന്ന ഉപഭോഗം കുറയുന്നതനുസരിച്ച്
പിന്നെ പെട്രോൾ വില കുറയനുസരിച്ച് ഉപഭോഗം കൂടും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്ന വലിയൊരു ഒരു രസകരമായ കാര്യമുണ്ട്. ഈ ശൗചാലയം പണിയാനാണല്ലോ ഇവിടെ പെട്രോളിന്റെ വില കൂട്ടി ടാക്സ് കൂട്ടി വാങ്ങുന്നത്. നമ്മൾ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാതിരുന്ന പോലെ ശൗചാലയത്തിന്റെ ആവശ്യം കുറവല്ലേ വരുള്ളൂ. അപ്പൊ എന്തൊരു തരം എക്കണോമിക്സ് ആണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇവിടെ ഈ പെട്രോളിന്റെ ഉപഭോഗം കുറയുമ്പോൾ ആൾക്കാർ അത് വാങ്ങില്ല. ഈ പെട്രോൾ മാത്രമാണോ സാർ? ഈ പെട്രോളിനെ പറ്റി മാത്രം സംസാരിക്കാതെ ഇവിടെ ഡീസൽ വാഹനങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണോ? ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും നടക്കുന്നത് ഡീസലിലൂടെയല്ലേ? അതിന് വില കുറച്ച് കൊടുത്താൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വില കുറവ് വന്നാൽ ഇവിടുത്തെ എത്രയോ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഓടുന്നു, ഇവിടെ ബസ് ഓടുന്നത്, ട്രെയിൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചരക്ക് നീക്കങ്ങളും നടക്കുന്നത് ഡീസലിലൂടെയല്ലേ? അങ്ങ് ഈ പെട്രോളിന്റെ ഉപഭോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കാർ ഓടിച്ച് ബൈക്ക് ഓടിക്കുന്നതിനെ പറ്റിയാണോ അങ്ങ് പറയുന്നത്? ഇത് എന്തൊരു എക്കണോമിക്സ് ആണ് അങ്ങയുടേത്? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. പെട്രോളിന്റെ ഡീസലിന്റെയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് 60 രൂപ, ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞപ്പോ 260 രൂപ, 200 രൂപ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് കൂടി. ഡീസലും പെട്രോളും മേടിക്കാത്ത വീട്ടിലും വെളിച്ചെണ്ണ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. എന്താ സമരമില്ലാത്ത? എന്താ പ്രതിഷേധം ഇല്ലാത്ത? സമരം എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്കെതിരെ ചെയ്യണമെങ്കിൽ അതിന് പെട്രോൾ, വെളിച്ചെണ്ണ എടുത്താൽ പിണറായി വിജയനെതിരെ ആയി പോകും. അതുകൊണ്ട് ഡീസൽ പെട്രോൾ ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു, വില വർധനവാണ്. അതിന് കേന്ദ്രത്തിന്റെ കയ്യിൽ വ്യക്തമായ മറുപടിയുണ്ട്. GST ഞങ്ങൾ തയ്യാറാണ്. ആരാണ് എതിർക്കുന്നത്? GSTയുടെ നടപടി അദ്ദേഹത്തിന് അറിയാം. അതായത് 3/2 അംഗങ്ങൾ സംസ്ഥാന സർക്കാരുകൾ ആവശ്യപ്പെടുമ്പോഴാണ് GST കൗൺസിലിൽ ഉൾപ്പെടുത്താൻ സാധിക്കുക. സർ, BJP ഭരിക്കുന്ന 18 സംസ്ഥാനം ഇന്ത്യയിലുണ്ട്. ഏത് സംസ്ഥാനമാണ് സാർ GST ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത്? പക്ഷെ കേരളത്തിൽ അത് താല്പര്യമില്ല. സാറിന്റെ 18 സംസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം GST ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പിന്നെ അതിനുശേഷം നമ്മുടെ കേരളത്തിൽ സംസാരിക്കുമ്പോൾ കേരളത്തിലെ സർക്കാരിന് താല്പര്യമില്ലെന്നൊരു ചോദ്യം അദ്ദേഹത്തിന് വേണേ മറുപടിയായിട്ട് ചോദിക്കാം. കേരളത്തിലെ സർക്കാർ മാത്രം തയ്യാറാണെങ്കിൽ സംഭവിക്കും? ഇല്ലല്ലോ. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി BJP ആണ്. BJP മാത്രം തീരുമാനിച്ചാൽ ഇത് GSTയിൽ വരും. അഡ്വക്കേറ്റ് ജയസൂര്യൻ, 3-2 സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ ഈ ചർച്ചയ്ക്കെടുക്കാം. പാസ്സാക്കണമെങ്കിൽ 4-3 വോട്ട് വേണം. ആ 4-3 വോട്ട് BJP സംസ്ഥാനങ്ങള്, BJP കേന്ദ്രവും കൂടെ ചേർന്നാൽ ഉണ്ടാവില്ല സാർ. അല്ലെങ്കിൽ BJP സംസ്ഥാനങ്ങൾ വെച്ച് ചർച്ചയ്ക്കെടുക്കൂ. ഇത് ചർച്ച ചെയ്യാൻ പോലും താല്പര്യമില്ലെന്ന് പറയുന്നവർ അങ്ങ് പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറാകും. ഇവിടെ GSTയിൽ ഇത് കൊണ്ടുവരണമെന്നുള്ളത് ഏത് സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിലും ഉള്ള ഒരു സാമാന്യമായ നിർദ്ദേശമാണ്. പക്ഷെ ആ സാമാന്യമായ നിർദ്ദേശത്തോട് കേന്ദ്രത്തിലും കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒന്നും അനുകൂലമായ ഒരു നിലപാടില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ് അവിടെ നിലനിൽക്കുന്നു. പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരു അനുനയത്തിൽ എത്തിക്കൊണ്ട് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ പെട്രോൾ ഡീസൽ വില വർധന എന്ന ഈ ദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ കരകയറ്റുവാൻ എല്ലാ സർക്കാർ സംവിധാനങ്ങളും മുന്നോട്ട് ഇറങ്ങണമെന്ന ആഹ്വാനമാണ് ഷെക്കേന ബിഗ് ഡിബേറ്റിനുള്ളത്. ഒപ്പം ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും പിന്തുണയില്ലാതെ ജനങ്ങൾ ഇടപെട്ട് ഈ വിഷയത്തിൽ കൃത്യമായ ഉത്തരം സർക്കാർ സംവിധാനങ്ങളിൽ നേടിയെടുക്കണമെന്നുമാണ് ഷെക്കേന ബിഗ് ഡിബേറ്റിന് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ ജേക്സി തോമസ്, അഡ്വക്കേറ്റ് വിനോദ് മാത്യു പിൽസൺ, 4 പേർക്കും നന്ദി.